അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാൽനൂറ്റാണ്ട് കാലമായി പ്രസിദ്ധീകരണ രംഗത്തുള്ള യുവത ബുക്ക് ഹൗസിൻ്റെ ഒരു സംരംഭമായ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. വായന എന്ന് പറയുന്ന ഒരു അതിവിശാലമായ ലോകത്തേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് യുവത. കാൽനൂറ്റാണ്ട് എന്ന് പറയുന്നത് അത്ര ചെറിയ കാലയളവല്ല. ഈ കാൽനൂറ്റാണ്ടിനിടക്ക് തന്നെ ഒട്ടേറെ വിഷയങ്ങളിൽ, ഒട്ടേറെ മേഖലകളിൽ യുവത തങ്ങളുടെ മുദ്ര പതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. യുവത കാൽവെക്കാത്ത ഇടങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ, അവൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമായ ഒരു കാലയളവ് എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും ചെറുപ്പകാലം തന്നെയാണ്. കുഞ്ചൻ നമ്പ്യാർ മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യരുള്ള കാലം. ശരിയാണ്. നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ ശീലിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ നീക്കങ്ങളെ എന്നും നിയന്ത്രിച്ചിട്ടുള്ളത്. ഏത് കാലത്തും നമ്മെ ആ ശീലം പിന്തുടരുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യനെ, അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ വായനയും ഉയർന്നു വരേണ്ടത് അവൻ്റെ ഏറ്റവും ചെറുപ്പകാലത്ത് തന്നെയാണ്. അത്തരമൊരു കാലം, വായനാ സമ്പന്നമായ ഒരു കാലം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കേരളത്തിൽ മലയാള ഭാഷയിൽ ബാലസാഹിത്യങ്ങൾ എന്നും ഒരു അവിഭാജ്യ ഘടകമായി നിന്നിട്ടുണ്ട്. ഒരു 100 വർഷത്തെ പാരമ്പര്യം അതിന് അവകാശപ്പെടാനുണ്ട്. ഈ 100 വർഷം എന്ന് പറയുന്നത് വെറുതെ കയറിറങ്ങി പോയിട്ടുള്ള ഒരു കാലഘട്ടമല്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ സജീവമായി പുസ്തകങ്ങൾ മലയാളത്തിൽ ബാലസാഹിത്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓർമ്മകളിൽ ഇന്നും നിൽക്കുന്ന പല കഥകളും നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വാമൊഴിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളതാണ്. അതൊക്കെ ബാലസാഹിത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ബാല്യകൗമാരങ്ങളുടെ ഭാവനാലോകത്തെ ഉൾക്കൊള്ളുകയും അവർക്ക് അനുസൃതമായ ഭാഷയെ കൈമുതലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധ്യമായ ഒന്നാണ് യഥാർത്ഥത്തിൽ ബാലസാഹിത്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്കളിയല്ല. കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതുന്നതെങ്കിലും അതൊരു കുട്ടിക്കളിയായി കാണാവുന്ന ഒരു സംഗതിയല്ല. വളരെ ഗൗരവപൂർവമായ രചനയാണത്. കാരണം ഒരു കുട്ടിയെ നിർമ്മിക്കുന്നത് അവൻ്റെ ചെറുപ്പമാണ്. ആ ബാല്യത്തെ സ്വാധീനിക്കുന്ന പുസ്തകങ്ങൾ സ്വാഭാവികമായും അവൻ്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ ഉതകുന്ന സംഗതികളായിരിക്കും. ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ ബാലസാഹിത്യ രചന എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അപ്പോൾ ആർക്കാണ് ഒരു ബാലസാഹിത്യം രചിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഒരു കുട്ടിയാവുന്ന ഒരാൾക്ക് മാത്രമേ ബാലസാഹിത്യത്തെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയാവുക? സ്വാഭാവികമായ ഒരു എഴുത്തുകാരൻ, പ്രായം ചെന്ന, മുതിർന്ന, എഴുതി തഴമ്പിച്ച ഒരാൾ, അയാളുടെ ബാല്യകാലത്തിലേക്ക് സഞ്ചരിക്കുകയും ആ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളിലിരുന്ന് ആ ബാലനായി, ആ കുരുന്നായി ഒരു കഥ എഴുതുകയും ചെയ്യുമ്പോൾ അത് പുതിയ കാലത്ത് ഒരുപക്ഷെ യോജിച്ചു കൊള്ളണമെന്നില്ല. എഴുത്തുകാരൻ്റെ കുട്ടിക്കാലത്തേക്ക് സഞ്ചരിക്കുന്നതിന് പകരം പുതിയ തലമുറയുടെ കുട്ടിക്കാലത്തേക്ക് സഞ്ചരിക്കാൻ എഴുത്തുകാരന് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് പുതിയ ബിംബങ്ങൾ രൂപപ്പെടുക. അപ്പോഴാണ് ആ എഴുത്തുകൾക്ക് സംവേദനക്ഷമത കൂടുതലുണ്ടാവുക. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ബാലസാഹിത്യ കൃതികൾക്ക് വല്ലാത്ത പ്രചാരം ലഭിച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടപ്പെട്ട സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് മാറി വല്ലാത്ത രീതിയിൽ തുറന്ന, എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് സ്കൂൾ ലൈബ്രറികൾ മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലസാഹിത്യങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒട്ടുമിക്ക പ്രസിദ്ധീകരണാലയങ്ങളും ബാലസാഹിത്യത്തെ ഒരു വരുമാന സ്രോതസ്സായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മാത്സര്യം ഈ രംഗത്ത് ഇപ്പോൾ കാണാനുണ്ട്.
ഈ മാത്സര്യം വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ബാലസാഹിത്യ മേഖലയെ നയിച്ചിട്ടുള്ളത്. പലപ്പോഴും ഒട്ടും പ്രയോജനപ്രദമല്ലാത്ത, എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രതിലോമകരമായ അവസ്ഥകൾ സമ്മാനിക്കുന്ന പുസ്തകങ്ങൾ ഇറക്കപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനമൊക്കെ തങ്ങൾ അനുവദിക്കുന്ന ഗ്രാൻഡിൻ്റെ 30% ബാലസാഹിത്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നതോടുകൂടി അതിൻ്റെ ഡിമാൻഡ് അങ്ങ് കൂടുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ബാലസാഹിത്യ രംഗത്തെ രചനകളിലെ മൂല്യശോഷണത്തിലേക്ക് വഴി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വഴി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ആലോചന കൂടി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം ഓരോ കഥകളും. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന, നമ്മൾ വായിച്ചിട്ടുള്ള അതേ കഥകൾ ഇന്നത്തെ തലമുറക്ക് അതേ രൂപത്തിൽ തന്നെ പകർന്ന് നൽകുമ്പോൾ അവിടെ എന്തോ ചില പ്രശ്നം ബാക്കിയാവുന്നുണ്ട്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ദിനംപ്രതി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ 50 വർഷം മുമ്പുള്ള ഒരു കഥ 2020 കുട്ടിക്ക് പകർന്നു നൽകുമ്പോൾ അവന് അതിലെ സാഹചര്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആ പൊരുത്തക്കേടുകൾ ചിലപ്പോൾ പദങ്ങളുടെ കാര്യത്തിലും സാഹചര്യങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ കാണാൻ സാധ്യമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചിന്താശേഷിയെ വളരെ വികസിപ്പിച്ചിരുന്ന ഒരു മേഖലയാണ് കടം കഥകൾ. ഈ കടം കഥകളിൽ ചില റെഡിമെയ്ഡ് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ പക്ഷേ കുരുന്നുകൾക്ക് അറിയുകയില്ല. അവർ തേടി അവൻ്റെ ചിന്താശേഷിയെ വികസിപ്പിച്ചുകൊണ്ട്, അതിലേക്ക് അവൻ്റെ ചിന്ത അർപ്പിച്ചുകൊണ്ട്, അവൻ്റെ ഭാവനയെ വികസിപ്പിച്ചുകൊണ്ട് ഉത്തരം തേടിയെടുക്കുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അന്നുണ്ടായിരുന്ന ഒരു കടംകഥയിൽ ഒന്നാണ് അമ്മക്ക് അതിസാരം പിള്ളക്ക് തലകറക്കം എന്നത്. അമ്മക്ക് അതിസാരം പിള്ളക്ക് തലകറക്കം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് അരകല്ലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ അരകല്ല് കാണാത്ത ഒരുവന്റെ മുമ്പിലേക്ക് ഈ കടംകഥയുമായി ചെല്ലുമ്പോൾ എന്തുത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതാണ് യഥാർത്ഥത്തിൽ ബാലസാഹിത്യത്തിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ബാലസാഹിത്യം ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഇനി ആഖ്യാന ശൈലി നോക്കൂ. വളരെ നന്മയുള്ള ഒരു സന്ദേശം നൽകുന്ന കഥകൾക്ക് പോലും ആഖ്യാന ശൈലി കൊണ്ട് വിപരീതാർത്ഥം വരുന്നത് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. കുബുദ്ധി, സ്വാർത്ഥത, അക്രമം, യുദ്ധവാസന തുടങ്ങി വളരെ പ്രതിലോമകരമായ പല സ്വഭാവ വിശേഷങ്ങളെയും വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുന്ന ആഖ്യാന ശൈലി ചില ബാലസാഹിത്യ കൃതികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഇത്തരം ശൈലികൾ യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ തലമുറയെ ദിശ തെറ്റിക്കുന്നതിന് മാത്രമാണ് സഹായിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ പരിശോധനകളില്ലാതെ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അല്ലാതെ ഒരു ബാലസാഹിത്യ കൃതിയും ഇറങ്ങിക്കൂടാ എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ കുരുന്നുകളെ സ്നേഹിക്കുന്ന, ബാലസാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ കൈക്കൊള്ളേണ്ടത്. ഖലീൽ ജിബ്രാൻ മുൻപ് പറഞ്ഞു വച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ കമ്മിങ് ത്രൂ യു നോട്ട് ഫ്രം യു. നിങ്ങളുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുട്ടികളല്ല, അവർ നിങ്ങളിലൂടെ വരുന്നതേ ഉള്ളൂ, നിങ്ങളിൽ നിന്ന് വരുന്നവരല്ല. ഈ വാക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർ നമ്മളിലൂടെ അതിന് നിമിത്തമാകുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ കുട്ടികളെ, ഒരു നല്ല സമൂഹത്തെ, ആ കുട്ടികളെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല സമൂഹത്തിൻ്റെ വാർത്തെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. ആ നിലക്ക് കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ കുറെ കൂടെ നന്നാകേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് എന്ന് ആലോചിക്കുന്നില്ല. എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണിക്കുമ്പോൾ, അങ്ങനെയുള്ളത് മാത്രമാണ് ജീവിതം എന്ന് നമ്മൾ വരച്ചു കാണിക്കുമ്പോൾ, തോൽക്കാൻ മറന്നു പോകുന്ന കുട്ടികൾ വല്ലപ്പോഴും ഒന്ന് തോൽക്കുമ്പോൾ വല്ലാതെ വികാരത്തിന് അടിമപ്പെടുകയും എന്തു ചെയ്യണമെന്ന് അറിയാതെ ഉയറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ അതിന് മാതൃകയുണ്ട്. അപ്പോൾ കൃത്യമായ ദിശാബോധത്തോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ബാലസാഹിത്യ കൃതികൾ മുൻപത്തേതിനേക്കാൾ ഗംഭീരമായി വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.
യുവത ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ബാലസാഹിത്യ രംഗത്തെ പുതുപ്രവണതകൾ എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോട് ആദ്യമായി സംവദിക്കാൻ വരുന്നത് ബാലസാഹിത്യ രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള പ്രസിദ്ധനായ സാഹിത്യകാരൻ ബഹുമാന്യനായ ജനു അവർകളാണ്. അദ്ദേഹം നമുക്കൊക്കെ പരിചിതമായ യുറൈക്കയുടെ പത്രാധിപരാണ്. ഭൂമിയിലെത്തിയ വിരുന്നുകാർ, സൂര്യനെ തൊടാനായി, പയറ് മുതിരയായ കഥ, ആനയും തയ്യൽക്കാരനും തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കൃതികൾ അദ്ദേഹത്തിൻ്റെതായി രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പഴമയെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന, അതിൽ മതിമറന്നിരിക്കുന്ന ബാലസാഹിത്യ മേഖല ഒട്ടും ഗുണപ്രദമാവില്ലെന്നും കാലത്തിനൊത്ത് പരിഷ്കരണം അതിൽ ആവശ്യമാണെന്നും അദ്ദേഹം കൃത്യമായി ഊന്നൽ നൽകി സംസാരിക്കുന്നുണ്ട്. വിമർശനാത്മകമായി ബാലസാഹിത്യ രംഗത്തെ സമീപിക്കുന്നതോടൊപ്പം തന്നെ വളരെ ആശാവഹമായ ചില മുന്നേറ്റങ്ങളെ കൂടെ അദ്ദേഹം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇനി ശ്രമിക്കാം. ബാലസാഹിത്യത്തിലെ നൂതന പ്രവണതകൾ, ഇതാണ് വിഷയം. ഇപ്പോൾ ബാലസാഹിത്യത്തെക്കുറിച്ച് പറയുമ്പം ആശയവിനിമയം നടത്തുന്ന എല്ലാ സമൂഹങ്ങളിലും ബാലസാഹിത്യമുണ്ട്. അതിപ്പോൾ അൻഡമാനിലെ ഗ്രേറ്റ് അൻഡമാനീസ് ഗോത്രവർഗത്തിലായാലും നമ്മുടെ നാട്ടിലെ ചോലനായ്ക്കന്മാരുടെ ഇടയിലായാലും ബാലസാഹിത്യമുണ്ട്. തീർച്ചയായിട്ടും അതൊരു വാമൊഴി സാഹിത്യമായിരിക്കും. സാഹിത്യത്തിൻ്റെ വാമൊഴി പെരുമ തന്നെ ഒരുപക്ഷെ ബാലസാഹിത്യത്തിൽ നിന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഒരു കാര്യമാണ്. അമ്മയുടെ താരാട്ട് കേൾക്കാതെ, അമ്മയുടെ കഥ പറച്ചിൽ കേൾക്കാതെ വളർന്ന ഒരു കുട്ടിയും മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവാനിടയില്ല. ഇന്നും കുട്ടികൾ ആദ്യം അറിയുന്നത് വാമൊഴി സാഹിത്യം തന്നെയാണ്. കഥകൾ പറഞ്ഞു കൊടുത്തും പാട്ടുകൾ പാടിക്കൊടുത്തുമാണ് തലമുറകളായി നമ്മൾ പൈതങ്ങളെ ചിരിപ്പിക്കുന്നത്, അവരെ രസിപ്പിക്കുന്നത്, അവരുടെ മനസ്സിനെ ഉണർത്തുന്നത്, ആലോചിക്കാൻ പഠിപ്പിക്കുന്നത്, സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നത്. പ്രാഥമികമായിട്ട് ബാലസാഹിത്യത്തിൻ്റെ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരർത്ഥം ബാലസാഹിത്യം ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ പഠിപ്പിക്കൽ, വിദ്യാഭ്യാസം? ഭൂമിയിൽ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതുമായ ഒരേ ഒരു ജീവിവർഗം മനുഷ്യനാണ്. കാരണം ജീവിവർഗത്തിൽ ഏറ്റവും നിസ്സഹായമായി ജനിക്കുന്ന കുട്ടി മനുഷ്യൻ്റെ കുട്ടിയാണ്. പിൻതലമുറയെ 10-18 കൊല്ലം വളർത്തുന്ന മറ്റൊരു ജീവിവർഗം ഭൂമുഖത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് സാപ്പിയൻസ് എന്ന ഗ്രന്ഥത്തിൽ യുവാൽ നോവാ ഹരാരി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: മനുഷ്യക്കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ അവയവങ്ങൾ മുഴുവനായിട്ട് വികസിച്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു കുതിരക്കുട്ടി ജനിച്ചാൽ ഉടനെ ഓടും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന് മറ്റു ജീവികളെ അപേക്ഷിച്ച് കുഞ്ഞിനെ വളർത്തേണ്ടി വരുന്നു. വളർത്തുക എന്നാൽ ജീവിക്കാൻ പ്രാപ്തനാക്കുക എന്നല്ലാതെ വേറൊരർത്ഥമില്ല. ജീവിക്കുക എന്നാൽ ആഹാരം കഴിച്ച് പ്രകൃതിയായുള്ള ജൈവ പ്രക്രിയകളെല്ലാം നിർവഹിച്ച് മരിക്കുന്നത് വരെ കഴിയുക എന്നല്ലല്ലോ അർത്ഥം. മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ചൊക്കെ അത് ശരിയായിരിക്കാം. മനുഷ്യന് പക്ഷേ മനുഷ്യനായി തന്നെ വളരണം. മനുഷ്യൻ പ്രകൃതി ചോദനകൾക്കനുസരിച്ച് ജീവിക്കുന്ന പ്രകൃതിയുള്ള ജീവിയല്ല. ബുദ്ധിപരമായി വികസിച്ച് സ്വന്തം ഭാഗധേയങ്ങളെ ഒരു പരിധിയോളം നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ജീവിതത്തെ മനുഷ്യൻ കുറേയെങ്കിലും നിയന്ത്രിക്കുന്നുണ്ട്.
ഈ നിയന്ത്രണങ്ങളും ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഈ സ്വഭാവവുമാണ് ഒരുപക്ഷെ മനുഷ്യൻ്റെ സാംസ്കാരിക ചരിത്രത്തെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്ന് പറയാം. ശാരീരികമായി സ്ഥൂലമായി വളർച്ച മാത്രമല്ല, മനുഷ്യന് ആന്തരികമായ ഒരു വളർച്ച കൂടിയുണ്ട്. ഈ ആന്തരികമായ വളർച്ച സമൂഹവുമായും ജീവിച്ചു വരുന്ന സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ, ഇതെല്ലാം ആർജിച്ചു വരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യക്കുട്ടി പറക്കമുറ്റതായി എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവർ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവർക്ക് പാട്ട് പാടി കൊടുക്കുന്നത്. അവർ പഠിക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്, അവരെ കളിപ്പിക്കുന്നത്, നഴ്സറി മുതൽ വേണമെങ്കിൽ എൻട്രൻസ് എക്സാം വരെയുള്ള പരീക്ഷകൾ ജയിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. ഇതൊരു ഇടപെടലാണ്. കുട്ടികളുടെ ജീവിതത്തിൽ മുതിർന്നവരുടെ വളരെ സ്നേഹപൂർണമായ, വളരെ കാരുണ്യത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ, തീർത്തും അനിവാര്യമായൊരു ഇടപെടലാണ് ഇത്. ജ്ഞാനം, ജീവിത മൂല്യങ്ങൾ, ദർശനങ്ങൾ, അതിജീവന തന്ത്രങ്ങൾ തുടങ്ങി ജീവിതത്തിന് ചാർത്തിക്കിട്ടുന്ന ഏതെല്ലാം ഗുണപരതകളുണ്ടോ അതെല്ലാം സ്വായത്തമാക്കാനും വളർത്തിയെടുക്കാനുള്ള കാലമാണ് ഈ ശിശു വളർത്തൽ കാലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിൽ കുറച്ച് നിർബന്ധിത പാഠങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹത്തിൻ്റെ ഇത്തിരി മധുരം ചേർത്ത്, കൗതുകത്തിൻ്റെ ഇത്തിരി ഉപ്പ് ചേർത്ത്, മനനങ്ങളുടെ കുറച്ച് എരിവ് ചേർത്ത് നൽകുന്ന ജ്ഞാനദാന ക്രമമാണ് യഥാർത്ഥത്തിൽ ബാലസാഹിത്യം. അമ്മമാരും മുത്തശ്ശിമാരും മറ്റു മുതിർന്ന ആളുകളും പാരമ്പര്യമായി വാമൊഴിയായി പിന്തുടർന്ന പാട്ടിൻ്റെയും കഥകളുടെയും ലിഖിത രൂപങ്ങളായിരുന്നു ഒരുപക്ഷെ ആദ്യത്തെ ബാലസാഹിത്യ കൃതികൾ എന്ന് പറയുന്നത്. തദ്ദേശീയമായ നാടോടിക്കഥകൾ, നാടൻ പാട്ടുകൾ, യക്ഷിക്കഥകൾ, വിശ്വാസങ്ങളും ആരാധനകളുമായി ബന്ധപ്പെട്ട കഥകൾ, വീരസാഹസിക കഥകൾ എന്നിങ്ങനെ അതത് കാലത്തെ സംസ്കാര മുദ്രകൾ പേറുന്ന ഈ സാഹിത്യരൂപങ്ങൾ ആ സമൂഹത്തിൻ്റെ സ്വകീയമായ ഈടുവെപ്പുകൾ തന്നെയായിരുന്നു. യാത്രികരും പണ്ഡിതരും ഈ കഥകളെയൊക്കെ യാത്രികരും പണ്ഡിതരുമൊക്കെ ദേശാതിർത്തികൾ കടന്നു പോയപ്പോൾ ഈ കഥകളും പാട്ടുകളുമൊക്കെ ദേശത്തിൻ്റെ അതിർത്തി കടന്നുപോയി. അങ്ങനെ ഇത് നമ്മുടെ പഞ്ചാന്തര കഥകൾ, ഈസോപ്പ് കഥകൾ, ജാതക കഥകൾ, ഗ്രീക്ക് ഭാരതീയ പുരാണ ഇതിഹാസങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഈടുവെപ്പുകളെല്ലാം തന്നെ സാർവലൗകികമായി എന്ന് പറയാം. ഈ സാർവലൗകികമായി പ്രചരിച്ച കഥകൾ തന്നെയാണ് വേഷം മാറി മിക്കവാറും ബാലസാഹിത്യമായി പല സംസ്കാരങ്ങളിലും മാറി വന്നത്. ഇതിനു പുറമെ മുതിർന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള നമ്മൾ ക്ലാസിക്കുകൾ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് കൃതികൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഈ പാരമ്പര്യം എത്രയോ നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ പാരമ്പര്യം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുഖ്യധാരയിലെ ബാലസാഹിത്യ കൃതികളായിട്ട് നിലനിൽക്കുന്നുള്ളത് എന്നതാണ്. മലയാളത്തിൽ പോലും നമ്മുടെ മുഖ്യധാര എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അച്ചടിച്ചിറക്കുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ബാലസാഹിത്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പഴമയിൽ തന്നെയാണ് നിർവൃതി കൊള്ളുന്നത്. എന്നാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന, പുതുക്കപ്പെടുന്ന, സാങ്കേതിക വിദ്യയിലും ശാസ്ത്ര പുരോഗതിയിലും മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിനും പഴമയെ അങ്ങനെ അതേപടി പിന്തുടരാൻ പറ്റില്ല. പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. സാംസ്കാരിക മണ്ഡലത്തിൽ പുതിയ ഭാവുകത്വം സൃഷ്ടിക്കപ്പെടണം. കാലത്തിനും ഭാവിക്കും ഉതകുന്ന ആശയങ്ങൾ പുലരണം. ലോകത്ത് മിക്കയിടത്തും മൗലികമായി, അതായത് നേരത്തെ പറഞ്ഞ രീതിയിലല്ലാത്ത ബാലസാഹിത്യം ഉടലെടുത്തത് അങ്ങനെയാണ്. ലിറ്റിൽ പ്രിൻസും ടോട്ടോ ചാനുമൊക്കെ വന്ന വഴി അതാണ്. അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട്
ചരിത്രമുണ്ടാകുമെങ്കിൽ ആ വഴിക്ക് നമുക്കിപ്പോൾ പോകാൻ വയ്യ. ആധുനിക കാലത്തെ കുട്ടി അറിവ് സ്വായത്തമാക്കിയ കുട്ടി മാത്രമല്ല, അറിവ് നിർമ്മിക്കുന്ന കുട്ടിയും കൂടിയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടൽ ഗൗരവപൂർണ്ണമായിരിക്കണം. മുതിർന്നവരുടെ അഭിരുചികൾ, അവരുടെ മൂല്യങ്ങൾ, ഗൃഹാതുര ഓർമ്മകൾ തുടങ്ങിയവ കുട്ടിയുടെ ജീവിതത്തെ മുരടിപ്പിച്ചുകൂടാ. പലപ്പോഴും ബാലസാഹിത്യകാരന്മാർ മറന്നു പോകുന്ന കാര്യമാണിത്. ഒരുപക്ഷെ മലയാളം ചർച്ച ചെയ്യേണ്ട ഒരു ബാലസാഹിത്യ വിഷയം ഭാഷയുടെയും അവതരണ രീതികളുടേതുമാണ്. അക്ഷരങ്ങളുടെ, പദങ്ങളുടെ ആവർത്തന താളങ്ങളിൽ നിന്ന് മാറി വാക്കുകൾ പേറുന്ന ആശയഗർഭങ്ങൾ തിരിച്ചറിയാൻ മാത്രം വലുതാണ് ഇന്നത്തെ കുട്ടിയുടെ മനസ്സ്. അതുകൊണ്ട് മോഹനകൃഷ്ണൻ കാലടി എഴുതിയ പന്തുകായ്ക്കും കുന്നും പാലൈസും ഹൃദയത്തിൽ ചേർക്കുന്ന ഒരു കുട്ടി, അദ്ദേഹം എഴുതിയ ആനമഴയിലെ നിസാര വരികൾ കണ്ട് ഹൃദയം തകർന്ന് ചിലപ്പോൾ വിലപിച്ചേക്കാം. കുഴപ്പം അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹത്തിൻ്റെ കവിത്വത്തിൻ്റേതുമല്ല. മുഖ്യധാര ബാലസാഹിത്യം നിർണയിച്ച് വെച്ചിട്ടുള്ള ചില പൊതുബോധത്തിൻ്റേതാണ്. മലയാളത്തിലെ മുഖ്യധാര ബാലസാഹിത്യത്തിന് പലപ്പോഴും ഭാവുകത്വപരമായ നിലപാടുകൾ പോലും നഷ്ടമാവുന്നത് കാണാം. നടയെ പറഞ്ഞ രീതിയിലുള്ള വീരകഥകൾ, നാടോടിക്കഥകൾ, പഞ്ചാന്തര കഥകൾ, ബീർബൽ കഥകൾ, കുഞ്ഞായം കഥകൾ, വടക്കം പാട്ടുകൾ, നോക്കൂ, ഇതൊന്നും തന്നെ കുട്ടികൾക്ക് അന്യമാവേണ്ട കഥകളല്ല. പക്ഷേ പ്രശ്നം കുട്ടിയുടെ പുതിയ കാലത്തെ ഭാവുകത്വത്തിന് യോജിച്ച നിലയിൽ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഏത് വിഷയവും ഏത് കഥയും കാലത്തിനൊത്ത് പുനരാവിഷ്കരിക്കപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുള്ള വിടവ് ഇവിടെ പ്രകടമാണ്. പറയേണ്ടതുപോലെ ലളിതമായി പറഞ്ഞാൽ ഏത് വിഷയവും കുട്ടികൾക്ക് രുചിക്കുന്നതായി മാറും. 50 വർഷം മുമ്പെഴുതിയ ഒരു ബാലസാഹിത്യം ഇന്ന് അതേപോലെ നൽകിയാൽ എന്താ? കുട്ടി പുതിയതല്ലേ എന്ന വിഡ്ഢിച്ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, പുതിയ കുട്ടിയെ ഈ ചോദ്യം ചോദിക്കുന്നയാൾക്ക് അറിയില്ല. പരമ്പരാഗത ബാലസാഹിത്യ ഭൂമിയിൽ നിന്നും മാറി മികച്ച ബാലസാഹിത്യ രചനകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആശാനും ജിയും മറ്റും എഴുതിയ കവിതകൾ, നന്ദനാരും നരേന്ദ്രനാഥും കെ വി രാമനാഥനും സുമംഗലയുമൊക്കെ എഴുതിയ കഥകൾ അക്കാലത്തെ വേറിട്ട രചനകൾ തന്നെയായിരുന്നു. പക്ഷെ അവ കാലാതിവർത്തിയാണോ? ഉണ്ണിക്കുട്ടൻ്റെ ലോകത്ത് നമ്മൾ കാണുന്നത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയിലുള്ള ഒരു കുടുംബത്തെയാണ്. യജമാന ബാല്യക്കാര ബന്ധം, അതുപോലെ താഴ്ന്നവരോടുള്ള സമീപനം, ഇതൊന്നും തന്നെ ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല ആ കൃതിയിലുള്ളത്. നമ്മുടേതുപോലെ ബഹുസ്വരത നിറഞ്ഞ ഒരിടത്ത് തുല്യതയിലും ഒരുമയിലും പാരസ്പര്യത്തിലും മനുഷ്യർ കഴിഞ്ഞു വരണം എന്നുള്ള ഊന്നൽ കൊടുക്കേണ്ട ഇടത്ത് കുട്ടികൾ വായിച്ച് വളർന്ന് വിളയേണ്ട രചനകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആയിക്കൂടാ. ഉണ്ണിക്കുട്ടൻ്റെ ലോകത്തെ കുടുംബത്തെ നിരീക്ഷിച്ചാൽ അടുക്കളക്കാര്യങ്ങളിൽ ഭർത്തൃ ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങുന്ന സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത്. അതിൽ മാത്രമല്ല, പല കൊണ്ടാടപ്പെട്ട ബാലസാഹിത്യ കൃതികളിലും സ്ത്രീകളുടെ അഭാവം തന്നെ ഉണ്ട്. ഝാൻസി റാണിയൊക്കെ ബാലസാഹിത്യത്തിൽ വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോഴും അവരെ അവതരിപ്പിക്കപ്പെടുന്നത് പുരുഷ വീക്ഷണത്തിൽ കൂടിയും. കുട്ടികൾക്കിടയിൽ ലിംഗപരമോ വർഗീയമോ സാമൂഹികമോ ആയ മൂപ്പിളമകളെ ആധുനിക ബാലസാഹിത്യം അംഗീകരിക്കുന്നില്ല. പെണ്ണിനും ആണിനും പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും തുല്യമനസ്സോടെ ആരോഗ്യപരമായ സൗഹൃദം വെച്ചു പുലർത്താനുമുള്ള മനസ്സാണ് കുഞ്ഞുങ്ങളിൽ നിറയേണ്ടത്. ഭാഷാപ്രയോഗത്തിൽ പോലും ഈ ഒരു വിവേചനവും അരുത് എന്നർത്ഥം. പ്രചാരം നേടിയ ബാലപ്രസിദ്ധീകരണം നൽകുന്ന ആസ്വാദന ബോധവും ചിലപ്പോൾ വിമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
വിൽപ്പനയ്ക്കും വരുമാനത്തിനും പടച്ചുവിടേണ്ട വെറും ഒരു ഉൽപ്പന്നമല്ല, നേരെ മറിച്ച് കുട്ടികളെ ക്രിയാത്മകമായി മുന്നോട്ട് നയിക്കേണ്ട ഉൾപ്രേരകങ്ങളായിട്ട് വേണം ബാലസാഹിത്യത്തെ കാണുവാൻ. മായക്കാഴ്ചയിലും അയഥാർത്ഥമായ ലോകത്തും കുട്ടികളെ തളച്ചിടുമ്പോൾ ഈ ലക്ഷ്യമാണ് നമുക്ക് അട്ടിമറിക്കപ്പെട്ടു പോകുന്നത്. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫാൻറ്റസിയെ മയക്കുമരുന്നായല്ല ഉപയോഗിക്കേണ്ടത്. ഏറ്റവും മികച്ച ഉദാഹരണം ലിറ്റിൽ പ്രിൻസ് തന്നെയാണ്. സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു മാന്ത്രിക വലാവുന്നത്, ഒരു മാന്ത്രിക വടിയാവുന്നത് കുട്ടികളിൽ മതിഭ്രമവും വിവേചന ബുദ്ധി നിരാസവുമാണ് ഉണ്ടാക്കുക. ഫാൻറ്റസി തീർച്ചയായും ഉചിതമാണ്, അതിൻ്റെ പെരുവിരൽ ഭൂമിയിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ. ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ക്രമേണയായി വളർന്നു വരുന്ന ഒരു ആധുനിക ബാലസാഹിത്യം മലയാളത്തിലുണ്ട്. കുട്ടികളുടെ ഭാവനയെ ഉണർത്തുന്ന, സ്നേഹത്തിലും പാരസ്പര്യത്തിലും അധിഷ്ഠിതമായ, ശാസ്ത്രബോധത്തിലൂന്നിയ, ലിംഗനീതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ബോധമുള്ള ഒരു ബാലസാഹിത്യം. സമീപകാലത്ത് അത് കുറേ കൂടി വെളിച്ചപ്പെടുന്നുണ്ട്. അതിന് ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അറിവ് നേടലും ജനകീയമായി എന്നതാണ്. ആ ബോധ്യം ബുദ്ധിജീവികളിലും സാധാരണക്കാരിലും ഉണ്ടായതോടുകൂടി ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതിനുള്ള പ്രചാരണം നാട്ടിൽ കൊടുക്കുകയുണ്ടായി. ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകളും ഒക്കെ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാംസ്കാരിക രംഗത്തെ പുനർനിർണയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിലും അതിൻ്റെ അലയൊലികൾ എത്തിയിട്ടുണ്ട്. പാഠ്യപദ്ധതിയിൽ, പഠനരീതികളിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതാണ് രണ്ടാമത്തെ കാര്യം. മനഃപ്പാഠമാക്കി ഓർമ്മിക്കുന്നത് കുറിച്ച് അതിൽ ജയിക്കുന്ന ഓർമ്മപരമായ കുട്ടികൾ ഇന്നില്ല. മറിച്ച് തൊട്ടും അറിഞ്ഞും അന്വേഷിച്ചും പരീക്ഷിച്ചും അറിവ് നേടുകയും അറിവ് നിർമ്മിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാരോടൊപ്പം യുറീക്ക പോലുള്ള ചില ബാലപ്രസിദ്ധീകരണങ്ങളും ബാലവേദി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളുമെല്ലാം ഈ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ഒരു മാറ്റത്തിന് വിധേയമാകുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഗുണപരമായ മാറ്റം ബാലസാഹിത്യത്തിലും പ്രതിഫലിക്കുകയുണ്ടായി. ഈ മാറ്റങ്ങൾ മലയാള ബാലസാഹിത്യത്തിൽ ഉണ്ടാക്കിയ ചില ഈ മാറ്റങ്ങൾ മലയാള ബാലസാഹിത്യത്തിൽ ഉണ്ടാക്കിയ ചില പ്രവണതകളെ കൂടി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിരുകളില്ലാത്ത മനസ്സിനെ, ഭാവനയെ പട്ടം പോലെ പറത്തിവിടാൻ പാകത്തിൽ ഒരുപാട് രചനകൾ ഇപ്പോൾ മലയാളത്തിലുണ്ടാകുന്നു. വായിച്ച് അവസാനിപ്പിക്കേണ്ട, പുസ്തകമില്ലാതെ തുടർന്നും വായിച്ചോളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുസ്തകം മടക്കി വെച്ചാലും വായന അവസാനിപ്പിക്കാൻ കഴിയാതെ കുട്ടികൾ മാറോട് ചേർക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വളരെ പ്രാഥമികമായി പറയേണ്ട കാര്യം. കവിതയുടെ രംഗത്ത് നോക്കുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബാലസാഹിത്യം ഇറങ്ങുന്നത് കവിതയിലാണ്. എന്നാൽ കുട്ടികൾ ഓർത്ത് വയ്ക്കുന്ന, കൂടെ ചൊല്ലി നടക്കുന്ന എത്ര കവിതകളുണ്ട് എന്ന് അന്വേഷിച്ചാൽ നിരാശയായിരിക്കും ഫലം. എന്നാൽ ഒരു കൃതിയെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ പെണങ്ങുണ്ണി എന്ന പുസ്തകമാണ്. പെണങ്ങുണ്ണി അമ്മണിക്കുട്ടിയും പെണങ്ങുണ്ണിയും കൂടി നഷ്ടപ്പെട്ട തത്തയെ തേടി നടത്തുന്ന ഒരു യാത്രയാണ്. ഈ തത്ത യഥാർത്ഥത്തിൽ മലയാള ഭാഷ തന്നെയാണ്. ഈ അന്വേഷണത്തിലൂടി അവരെത്തിച്ചേരുന്നത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രത്തെ അപ്പാടും ഉൾക്കൊള്ളുന്നൊരവസ്ഥയിലേക്കാണ്. ഇവിടെ മലയാള ഭാഷയെ കുട്ടികൾ തിരിച്ചറിയുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തോട് ഒപ്പമാണ്. ഇവിടെ കവിതയാകട്ടെ, കഥയാകട്ടെ,
അനുഭൂതിയാകട്ടെ ഒക്കെ കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ കവിത കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. വേറിട്ട് പറയാവുന്ന ഒരു കവിതയും കൂടി പറയാം. അത് അഖില പ്രിയദർശിനിയുടെ കള്ളപ്പെൻസിൽ എന്ന കവിതയാണ്. പുലിയെ വരയ്ക്കാനിരുന്ന ഒരു കുട്ടി വരച്ച് ഉറങ്ങിപ്പോകുന്നു. വരച്ച പുലി കുട്ടിയെ വിഴുങ്ങുന്നു. കുട്ടിയുടെ വയറ്റിൽ കിടന്ന് അപ്പോഴും സ്വപ്നം കണ്ട് ഉറങ്ങുകയാണ് ഈ കുട്ടി. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണിത്. ഒരു വെളിമ്പ്രദേശത്ത് ഒരു മൈതാനത്തിൻ്റെ മധ്യത്തിലായിട്ട് ഒരു തീവണ്ടി ട്രാക്കിൽ കുറേ നേരമായി നിൽക്കുന്നു. അതിന് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഒരു കുതിര പുല്ല് തിന്നുന്നുണ്ട്. കുറേ നോക്കി നിന്ന് മടുത്ത് കുതിരയും തീവണ്ടിയും പുല്ല് തിന്നാൻ തുടങ്ങി. ഇത് ശൈലാസി ജോർജ് എഴുതിയ ഒരു കഥയാണ്. തീവണ്ടിയും കുതിരയും എന്നാണ് പേര്. NP ഹാഫിസ് മുഹമ്മദ് എഴുതിയ കൊമ്പനാന ചിത്രം വരച്ചപ്പോൾ എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഇത് കുട്ടികളുടെ ഭാവനയെ എങ്ങനെയൊക്കെ കയറഴിച്ചു വിടും എന്നുള്ളതിന് തെളിവാണ് ഈ പുസ്തകം. ആന ചിത്രം വരയ്ക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആന വരച്ച വിമാനത്തിൽ കയറി പറന്നു പോകുന്നതാണ് കഥയിൽ കാണുന്നത്. അതായത് ആന വിമാനത്തിൽ ചാടിക്കയറുക എന്ന അസാധ്യതയെ സാധ്യതയാക്കുന്ന അതിഗംഭീരമായ ഒരു രസം ഈ കഥയിൽ എങ്ങനെ ഒളിച്ചു വച്ചിരിക്കുന്നു. അമുതക്കുട്ടിയുടെ ചിത്രപ്രദർശനം ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ചിത്രരചനയെ കുറിച്ചുള്ള ഒരു കഥയാണിത്. വരയ്ക്കുന്ന കുട്ടി വരക്കുന്ന കഥാപാത്രങ്ങളുടെ കഥ അതിൻ്റെ പിന്നാലെ വരികയാണ്. അപ്പോൾ കുട്ടി വരച്ചു കഴിഞ്ഞ് രക്ഷിതാക്കൾ കാണുന്നത് വരച്ച ചിത്രങ്ങൾ മാത്രമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു കഥ കുട്ടി രൂപപ്പെടുത്തുന്ന ഭയങ്കരമായ മാജിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഈ കഥ എഴുതിയത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ചെറുകഥാകൃത്ത് സുസ്മേഷ് ചന്ദ്രോത്താണ്. ഇങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ നീട്ടി പറഞ്ഞുകൊണ്ട് പോകാം. പക്ഷേ ഒറ്റയൊന്നുകൂടി പറഞ്ഞ് ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. സ്പാനിഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകമാണ് അമ്മ പശുവിൻ്റെ ഊഞ്ഞാലാട്ടം. പേര് തന്നെ എന്താണ് അതിനകത്തുനിന്ന് പറയുന്നുണ്ട്. കുട്ടികളുടെ മനസ്സിലേക്ക് അമ്മപ്പശു ഊഞ്ഞാലാടുന്ന ഒരു ചിത്രം പേരിൽ തന്നെ കിട്ടുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ഭാവനയെ, കുട്ടിയുടെ സർഗശേഷിയെ കയറൂരി വിടുന്ന ഇതുപോലുള്ള ഒരു രചന മലയാളത്തിൽ അപൂർവമാണ്. അത്രയ്ക്ക് ഹിറ്റായ ഒരു രചനയാണ് ഇത്. ഇനി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിവർത്തന കൃതിയെക്കുറിച്ചും കൂടി പറയേണ്ടത്. ആ പുസ്തകത്തിൻ്റെ 3-4 പുസ്തകങ്ങളടങ്ങിയ ഒരു പരമ്പരയാണ്. അതിൻ്റെ പേര് കലാപരിചയം എന്നാണ്. ഇത് എഴുതിയത് അഞ്ജലി രഘ്ബീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ജീവിച്ച 4 ചിത്രകാരന്മാരെക്കുറിച്ചും ആ ചിത്രകാരന്മാരുടെ കലാരൂപങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. അവരെടുത്തിരിക്കുന്ന സങ്കേതം കഥ, ഓർമ്മക്കുറിപ്പ്, ജീവചരിത്രം എന്നിവ ചേർത്ത് കലാകാരന്മാരെയും കലയെയും അങ്ങ് പിന്തുടരുകയാണ് ചെയ്യുന്നത്. MF ഹുസൈനെക്കുറിച്ചുള്ള നഗ്നപാതന ഹുസൈൻ, ജാമിനി റോയിയെക്കുറിച്ചുള്ള നിറങ്ങളുടെ വഴിയെ, നമ്മുടെ രവിവർമ്മയെക്കുറിച്ചുള്ള വീണാവാദിനി, അമൃത ഷേർഗലിനെ കുറിച്ചുള്ള എൻ്റെ പേര് അമൃത എന്നീ പുസ്തകങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ രീതിയിൽ എഴുതപ്പെട്ട ഏറ്റവും വ്യത്യസ്തമായ ഒരു പുസ്തകമായിരിക്കും. ആഖ്യാനത്തിലും ഭാഷയിലും പുതിയ രീതികൾ കൊണ്ടുവരാൻ എഴുത്തുകാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. EN ഷീജയുടെ അമ്മുവിൻ്റെ സ്വന്തം ഡാർവിൻ എന്ന് പറയുന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ 150 വർഷം മുമ്പ് ജീവിച്ച ചാൾസ് ഡാർവിൻ വർത്തമാനകാലത്ത് പുസ്തകത്തിൽ നിന്ന് അമ്മുവിൻ്റെ കൂടെ വന്ന് വർത്തമാനം പറയുകയും കളിക്കുകയും അമ്മുവിനെ കൂട്ടി 150 വർഷം പിന്നിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് ആഹാരം കഴിക്കുകയും ഒന്നിച്ച് സ്വന്തം മക്കളോട് ഒപ്പം കളിക്കാൻ വിടുകയൊക്കെ ചെയ്യുന്ന അത്ഭുതകരമായ ഒരു അന്തരീക്ഷമാണ് അതിൽ നിർമ്മിക്കപ്പെടുന്നത്. ഭൂതവും വർത്തമാനവും ഒക്കെ ഇവിടെ അതിഗംഭീരമായ രീതിയിൽ ഈ പുസ്തകത്തെ കൂടിക്കുഴഞ്ഞ് ഒരു വായന അനുഭവം
ഭേദപ്പെടുത്തുന്നൊരവസ്ഥ. കൃഷ്ണൻകുട്ടിയുടെ കഥ എന്നത് ഇത് സംസാരിക്കുന്ന ആളുടെ തന്നെ പുസ്തകമാണ്. ഫ്ലാഷ് ബാക്ക് രീതി വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് രീതി മാത്രമല്ല, കഥക്കുള്ളിലെ കഥയും അതിൽ കുട്ടികൾക്ക് ഒരു തരത്തിലും ഈ എന്താ പറയുക പിന്നെ അവരുടെ ആസ്വാദനത്തെ കുഴപ്പത്തിലാക്കാനോ ആശയക്കുഴപ്പമുണ്ടാക്കാനോ സംഭവിക്കാത്ത വിധത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. എ കെ ജോഷി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ മൂത്രസാക്ഷി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ഒരു കഥാസമാഹാരമാണ്. ഇതിൽ അദ്ദേഹം എഴുതിയ എല്ലാ കഥകളിലും വരികൾക്കിടയിൽ കൂടി ഒരു വിദൂഷകൻ ഇടയ്ക്കിടെ വരും. കുട്ടികൾക്കുള്ള കൃതിയാണെന്ന് ഓർക്കണം. ഈ വിദൂഷകൻ വളരെ തമാശകൾ പറയും. അതായത് ഒരൊറ്റ കമൻറ്റ്, ഒരു സംഭവത്തിന് അദ്ദേഹത്തിൻ്റേതായ ഒരു കമൻറ്റ്. ഈ കമൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് ആ കഥയിൽ നിന്നൊപ്പം തന്നെ കിട്ടുന്ന വേറൊരു അർത്ഥതലവും ഒരുപാട് ചിരിക്കാനുള്ള വകയുമാണ്. വളരെ അപൂർവമായി പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു രചനാ രീതിയാണ് അത്. പിന്നെ ഭാഷയിൽ ബാലസാഹിത്യം നമ്മൾ സാധാരണ പറയുന്ന ഈ മാനക ഭാഷയൊക്കെ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. വളരെ നിഷ്കളങ്കമായി പ്രാദേശിക ഭാഷ പറയുന്ന പിന്നെ രചനകൾ ഉണ്ടാകുന്നു. ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഉദാഹരണം പ്രിയ എസിൻ്റെ കുഞ്ഞുണ്ണി പരമ്പരയിൽപ്പെട്ട 2-3 പുസ്തകങ്ങളാണ്. സമകാലിക വിഷയങ്ങളും നമ്മുടെ ബാലസാഹിത്യം അഡ്രസ്സ് ചെയ്തു തുടങ്ങി. അംബുജം കടമ്പൂർ എഴുതിയ കാടേ കാടേ കൈനീട്ടു എന്നത് നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ നടക്കുന്ന വന്യജീവികളും കർഷകരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ്. ഈ കൂട്ടത്തിൽ പറയാവുന്ന ഒരു കഥ ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ കണ്ണൂർ, അവാർഡ് കിട്ടിയിട്ടുള്ളൊരു നോവലാണ്. അത് ഈ കൂട്ടത്തിൽ പറയാവുന്ന ഏറ്റവും കാലികമായ വിഷയങ്ങൾ ബാലസാഹിത്യം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവായിട്ട് എടുക്കാവുന്നതാണ്. ചങ്ങാത്തത്തിനും സ്നേഹത്തിനും പാരസ്പര്യത്തിനും അസാധാരണമായ ഭംഗി നൽകുന്ന ഒരുപാട് ബാലസാഹിത്യം ഇപ്പോഴുണ്ടാകുന്നു. കെ ആർ മീരയുടെ മഴമന്ദഹാസങ്ങൾ, എൻ ഷീജയുടെ തന്നെ അമ്മ മണമുള്ള കനിവുകൾ, ജീവൻ എസ് എം എഴുതിയ ഒരു ദിവസം കാട്ടിൽ, നയനതാര എൻ ജി എഴുതിയ അബു ആറ് ബി തുടങ്ങിയ കൃതികൾ ഈ ഊഷ്മള സ്നേഹത്തിൻ്റെയും വ്യക്തിബന്ധത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ കഥ വളരെ ആർജവത്തോടുകൂടി പറയുന്ന കൃതികളാണ്. ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ആധുനികമായ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് ശാസ്ത്ര സാഹിത്യം ആവണം എന്നുള്ളതാണ്. പെട്ടെന്ന് വിചാരിക്കുക ശാസ്ത്രം എഴുതുന്നതേ ബാലസാഹിത്യം ആവുമെന്നാണ്. അത് തെറ്റിദ്ധാരണ, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കുട്ടികൾക്ക് അശാസ്ത്രീയത തോന്നുന്ന ഒന്നും പറഞ്ഞു കൊടുക്കരുത് എന്നേ അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അതേസമയം ശാസ്ത്ര സാഹിത്യം വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന രചനകൾ മലയാളത്തിലുണ്ടാകും. നമുക്കത് എസ് ശിവദാസ് തന്നെ തുടങ്ങാം. പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ വായിച്ചാലും തീരാത്ത പുസ്തകം, അത് ഒരുപക്ഷെ ഒരു ശാസ്ത്രമാണ് എന്ന് ഒട്ടും തോന്നാത്ത വിധത്തിൽ വായിച്ചു പോകാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ പ്രൊഫസർ കെ പാപ്പുട്ടി എഴുതിയ മാഷോട് ചോദിക്കാം, ചിരുതക്കുട്ടിയും മാഷും, എം ഗീതാഞ്ജലി എഴുതിയ ജന്തുലോകത്തിലെ കൗതുകങ്ങൾ, ഇവയെല്ലാം വളരെ ഈ കൃതികളുടെയൊക്കെ ഒരു പ്രത്യേകത വളരെ നരേറ്റീവായിട്ട് നേരിട്ട് ശാസ്ത്രം പറയുന്ന രീതിക്ക് പകരം കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച് അതിനെയൊക്കെ നോവലിൻ്റെയും കഥയുടെയും ഒക്കെ തലത്തിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ്. ലൈംഗികത പോലെ പലരും കുട്ടികളോട് ചർച്ച ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ലളിതമായിട്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉറപ്പിച്ചൊരു രചനയാണ് ഷീജയുടെ അമ്മ പറഞ്ഞത്. ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയം പെൺകുട്ടികളുടെ ആർത്തവമാണ്. പ്രായപൂർത്തിയാവുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ ജീവശാസ്ത്രപരമായ ഉദ്ദേശങ്ങളും ഒക്കെ പരാമർശിക്കുന്ന ഒരു കൃതിയാണിത്. വെറുതെ എഴുതിയാൽ വളരെ വിരസമായി പോകുന്ന ഈ ശാസ്ത്രരചനയെ ഷീജ കൈകാര്യം ചെയ്തത് വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ്. അത് മുതിർന്നവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയല്ല അവർ ചെയ്തത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളാണ്. ഒരാൺകുട്ടിയും 2 പെൺകുട്ടിയും. ഈ പെൺകുട്ടികളിൽ ഒരാൾ അവളുടെ ആദ്യത്തെ ആർത്തവ അനുഭവം കഴിഞ്ഞ് അവധി കഴിഞ്ഞ് തിരിച്ചു വന്ന ദിവസം ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ് പുസ്തകത്തിൻ്റെ വിഷയം.
രസകരമായ കാര്യം ഇതിൻ്റെ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികളല്ല, ആൺകുട്ടിയാണ്. അതായത് ആർത്തവം കഴിഞ്ഞു വന്ന കുട്ടിക്കും ആൺകുട്ടി തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അവനിത് മനസ്സിലാക്കിയത് അവൻ്റെ അമ്മയിൽ നിന്ന് ചോദിച്ചറിഞ്ഞതാണ്. ഇവിടെ 3 കാര്യങ്ങൾ ഒരേ സമയം എഴുത്തുകാരി സാധിച്ചെടുക്കുന്നുണ്ട്. NP ഹാഫിസ് മുഹമ്മദിൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കേരള പര്യടനം എന്നത് ശ്രദ്ധേയമായൊരു പുസ്തകമാണ്. ഇത് പ്രാഥമികമായതൊരു പ്രാദേശിക ചരിത്ര പുസ്തകമാണ്. കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ പ്രദേശങ്ങൾ, വ്യക്തികൾ, സംഘടനകൾ, സംഭവങ്ങളൊക്കെ കുട്ടികൾ നേരിട്ട് പോയി അന്വേഷിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് അതിലുള്ളത്. കുട്ടികൾ ഈ ചരിത്രം വായിച്ചറിയുകയല്ല ചെയ്യുന്നത്. കുട്ടികൾ ആ പ്രദേശത്ത് പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നു, ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളെ, അത് ഹാഫീസും അതിൻ്റെ കൂടെയുണ്ട്. കാരണം ഈ വൈകാരികമായിട്ട് ഹാഫീസിനോട് വളരെ അടുത്ത കുട്ടികളാണ് അതിനകത്തെ കഥാപാത്രങ്ങളായി വരുന്നത്. ഒപ്പം ആഖ്യാതാവും കഥാപാത്രമാവുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിന് പുറമെ മറ്റ് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളെയും കൂടി അതിൽ ഇൻവോൾവ് ആക്കുന്നു. അവരിൽ നിന്നെല്ലാം കുട്ടികൾ ചരിത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്ര നിർമ്മിതിയാണ്, കുട്ടികൾ അറിവ് നിർമ്മിക്കുകയാണ്. അത് അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വാഗൺ ട്രാജഡിയുടെ സംഭവം പറയുമ്പോൾ അവിടെ ഗംഗാധരൻ മാഷ് വരുന്നു. അതുപോലെ വേറെ സ്ഥലത്ത് MGS നാരായണൻ വരുന്നു. നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള സൈലൻറ്റ് വാലിയെക്കുറിച്ച് പറയേണ്ട സമയത്ത് മോൺസി വരുന്നു. അങ്ങനെ അത്രയും ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതൊരു പക്ഷേ ഞാൻ അങ്ങനെ ഒരു വ്യത്യസ്തമായ ആഖ്യാന രീതി, വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ആഖ്യാന രീതിയാണ് ഈ കുട്ടിപ്പട്ടാളത്തെ ശ്രദ്ധേയമാക്കുന്നത്. ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കെ പാപ്പൂട്ടിയുടെയും M ഗീതാഞ്ജലിയുടെയും ഒക്കെ രചനകളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപാത്രങ്ങളിലൂടെ സയൻസും മറ്റു കാര്യങ്ങളും പറയാൻ ശ്രമിച്ചപ്പോൾ അതിന് നോവലിൻ്റെയോ കഥയുടെയോ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നത് പോലെ ഈ വ്യക്തിബന്ധങ്ങളും ആളുകളും, ഈ ജീവിക്കുന്ന ആളുകൾ കഥാപാത്രങ്ങളായി വരുമ്പോൾ അത് വെറൊരു ചരിത്ര പുസ്തകം അല്ലാതായി മാറുന്നു. അതൊരു സാമൂഹ്യ ബന്ധമുള്ള ജൈവ രൂപമായി മാറുന്നു, ഒരു പച്ചപ്പുള്ള കൃതിയായിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ അതിർവരമ്പുകൾ പൊട്ടിക്കുകയാണ്. ഇപ്പം മലയാളത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാള ബാലസാഹിത്യത്തിൽ കവിതയെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും മറ്റ് സാഹിത്യ ശാഖകളുടെയെല്ലാം അതിരുകൾ ബാലസാഹിത്യത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് കഥ, ഏതാണ് നോവൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പരാമർശിച്ച മിക്ക കൃതികൾക്കും ആ സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൊഴിഞ്ഞു പോകുന്നത് ഒരു ഉദ്ഗ്രഥിത ബാലസാഹിത്യം എന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ ബാലസാഹിത്യം വളർന്നതിൻ്റെ തെളിവാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി പറയാനുള്ളത്, ഏറ്റവും സമീപകാലത്ത് ചുരുങ്ങിയതൊരു 10 കൊല്ലത്തിനിടയിലാണ് ഈ ചിത്രപുസ്തകങ്ങൾ എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട്, വളരെ കൂടുതലായിട്ട് മലയാളത്തിൽ വരാൻ തുടങ്ങിയത്. അതിൽ മിക്ക എല്ലാ പ്രസാധകർക്കും ഇപ്പോൾ ചിത്രപുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തന്നെ 4 സെറ്റുകളുണ്ട്. DC മാമ്പഴമുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നിരവധി പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം കുട്ടികളെയും രക്ഷിതാക്കളെ അധ്യാപകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ ഡിജിറ്റൽ ഓൺലൈൻ ഫേസ്ബുക്ക് ലൈവായിട്ടും യൂട്യൂബിലൊക്കെ ഒരുപാട് കുട്ടികളും അധ്യാപകരും മറ്റുള്ളവരും ബാലസാഹിത്യകാരന്മാരും ഒക്കെ തന്നെ കൃതികൾ, അതായത് ഈ ചിത്രപുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് വായിച്ചു കൊടുക്കുന്നൊരു സംഭവമാണ്. വായിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, വായന ശബ്ദം മാത്രമേ ഉള്ളൂ, ചിത്രം ഈ പുസ്തകമാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഡിജിറ്റലായി കാണിച്ചത് ഒരു ദൃശ്യ സംസ്കാരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മറ്റു പല രാജ്യങ്ങളിൽ സംഭവിച്ചത് മലയാളത്തിലും ക്രമേണയായിട്ട് വളർന്നു വരുന്ന ഒരു ദൃശ്യബന്ധിതമായ ബാലസാഹിത്യം വളർന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ മിക്കവാറും രചനകൾ ഇങ്ങനെ ആനിമേഷൻ രൂപത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ചിത്രകാരന്മാർ തന്നെ KP മുരളീധരനെ പോലുള്ളവർ ഈ നോവലുകൾ ചിത്രീകരിക്കുന്ന രീതിയുണ്ടല്ലോ, അതേ രീതിയിൽ നമ്മുടെ ചിത്രകഥകൾ എന്നുള്ളത്, അതായത് കുട്ടികൾക്ക് മാസികകൾ കൊടുക്കുന്ന ചിത്രകഥകളിൽ നിന്നും ഉയർന്ന ഒരു തലത്തിലേക്കാണ് അത് കൊണ്ടുപോവുക. അപ്പോൾ അതാണ് ഒരു പുതിയ പ്രവണത. ഏറ്റവും ഒടുവിലായി എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ എഴുതുന്ന കുട്ടികളുടെ ഒരു ബാലസാഹിത്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ മാത്രം പരിശോധിച്ചപ്പോൾ 50-ലേറെ കുട്ടികളുടെ പുസ്തകങ്ങൾ, കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ, അത് കുട്ടികളുടെ കൗതുകത്തിന് സ്കൂളുകൾ പ്രസിദ്ധീകരിച്ച മാത്രമൊന്നുമല്ല,
ഈ പൂർണ്ണ പ്രസിദ്ധീകരിച്ച ഒരു 4 പുസ്തകമുണ്ട് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പലരും പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുട്ടികളുടെ രചനകൾ അത് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു സംഭവമല്ല. പലരും ഇപ്പം നയനതാര ഇപ്പം സാഹിത്യ അക്കാദമിയിലെ എഡിറ്ററാണ് ആ കുട്ടിയുടെ ആദ്യത്തെ പുസ്തകം തെറ്റാടി എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥാപനത്തിൽ ഈ കുട്ടികളുടെ സാഹിത്യ ക്യാമ്പിൽ ഇത്രയധികം ഉപയോഗിക്കപ്പെടുന്നൊരു പുസ്തകമില്ല. അപ്പോൾ അത്രയ്ക്ക് ഗംഭീരമായ രചനകളുണ്ട്. അപ്പോൾ അതേ നമ്മൾ അംഗീകരിക്കണം. കുട്ടികളെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സാഹിത്യത്തെ അംഗീകരിക്കാം. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ബാലസാഹിത്യത്തിലെ നവീന പ്രവണതകൾ ഇതൊക്കെയാണ് എന്നതാണ്. നമസ്കാരം. ദൃശ്യബന്ധിതമായി വളരുന്ന പുതിയ ദൃശ്യ സംസ്കാരത്തെ മനസ്സിലാക്കുന്ന ബാലസാഹിത്യ രചനയിലെ പുതിയ പ്രവണതകളെ ബഹുമാന്യനായ എഴുത്തുകാരൻ ജനു വിശദമായി തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ അറിയുന്ന രചനകളുടെ ആവശ്യകതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ടുള്ളത്. ശക്തമായ വിമർശനങ്ങൾക്കൊപ്പം ആശാവഹമായ ചില മുന്നേറ്റങ്ങളെ കൂടെ നമുക്ക് പരിചയപ്പെടുത്തിയ ജനു സാറിന് യുവതയുടെ പേരിൽ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മോട് സംസാരിക്കുന്നത് കഥാകൃത്ത്, നോവലിസ്റ്റ്, ബാലസാഹിത്യകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരൻ, യുവതയുടെ സഹകാരിയുമായിട്ടുള്ള ബഹുമാന്യനായ റഷീദ് പരപ്പനങ്ങാടി അവർകളെയാണ്. അസുവിൻ്റെ ലോകം, വർണ്ണക്കുടകൾ, കുരുവിക്കുഞ്ഞുങ്ങൾ, ഉത്സവ സമ്മാനം തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ബാലസാഹിത്യ രംഗത്തെയും എഴുത്തുകാരെയും പ്രസിദ്ധീകരണാലയങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ബാലസാഹിത്യ രംഗത്ത് വേണ്ട ശ്രദ്ധേയമായ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ കടന്നു വരുന്നുണ്ട്. നമുക്കിനി അദ്ദേഹത്തെ ശ്രവിക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബാലസാഹിത്യത്തിലെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി യുവത നടത്തുന്ന ഈ സെമിനാറിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്തരം സംവാദങ്ങളും കൂടിച്ചേരലുകളും കുട്ടികളുടെ സാഹിത്യരംഗത്ത് അവരുടെ പുസ്തകങ്ങളുടെ വർധനവിൻ്റെ കാര്യത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തി നല്ല ഒരു സമീപനം ആ രംഗത്ത് ഉണ്ടാവാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മുതിർന്നവരുടെ വായന അല്പം പിറകോട്ട് പോയപ്പോൾ വായന മരിച്ചു എന്നൊക്കെ, പുസ്തകങ്ങൾ നോക്കുകുത്തികളായി എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾ കേട്ടതാണ്. ആ സമയത്ത് അതിനേക്കാൾ വലിയ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് വന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുട്ടികൾ. അതിന് കാരണം വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള സമൂലമായ മാറ്റമാണ്. പാഠപുസ്തകത്തിൻ്റെ കൂടെ ഒരു പുസ്തകം കൊണ്ട് വന്നു എന്ന കുറ്റത്തിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പാഠപുസ്തകത്തിനകത്ത് ഒരു പുസ്തകം വെച്ചാൽ അതൊരു വലിയ അബദ്ധമായി, ഒരു വലിയ അപരാധമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ തിരഞ്ഞു പിടിക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതി കൊടുത്തിട്ടുള്ള ഒരു കുറിപ്പ് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന ഒരു കാലമാണിപ്പോൾ. കാരണം അവരുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വായന അവർക്ക് ആവശ്യമായി വരുന്നു. അപ്പോൾ പുസ്തകങ്ങൾ ആവശ്യമായി വരുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സമൂലമായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാലസാഹിത്യ കൃതികൾ ധാരാളമായി പുറത്തിറങ്ങാൻ, ബാലസാഹിത്യ രചനയിൽ പ്രമുഖരായ എഴുത്തുകാരെ പങ്കെടുപ്പിക്കുവാനുമൊക്കെയുള്ള ഒരു സന്ദർഭമുണ്ടായത്. അതുമാത്രമല്ല, ആ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് വളരെ തെളിഞ്ഞ ഒരു വഴിയാണ് ഉണ്ടായിരുന്നത്. ഗവൺമെൻറ് തലത്തിലും മറ്റ് സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഈ ബാലസാഹിത്യ രംഗത്തുള്ള പ്രവർത്തനത്തിന് സജീവമായ പിന്തുണ വന്നു. സ്കൂൾ ലൈബ്രറികൾ എന്ന ഒരിക്കലും തുറക്കാത്ത അലമാരകളുള്ള സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് അത് ക്ലാസ് ലൈബ്രറികളായി മാറി. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ ക്ലാസ്സിലിരുന്നു കൊണ്ട് അവർക്ക് ആവശ്യമായ പഠനത്തിന് സഹായകമായി വായിക്കേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം വന്നു. കേരള ഗ്രന്ഥശാല സംഘം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു ഓർഡർ, ഗ്രാൻഡ് ലഭിക്കുന്ന തുകക്ക് പുസ്തകം വാങ്ങുമ്പോൾ അതിൻ്റെ 30% കുട്ടികൾക്ക് വേണ്ടിയുള്ളതാവണം എന്നാണ്.
അപ്പോൾ 20,000 രൂപ വർഷത്തിൽ ഗ്രാൻഡ് ലഭിക്കുന്ന ഒരു ഗ്രന്ഥാലയം 6,000 രൂപ കുട്ടികളുടെ പുസ്തകത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കണം. 6,000 ഉറുപ്പ്യയുടെ പുസ്തകം വാങ്ങാൻ തന്നെ 10,000 രൂപ മുഖവിലുള്ള പുസ്തകമാണ് പുറത്തേക്ക് ആ ലൈബ്രറിയിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ വന്നപ്പോൾ ഈ രംഗം സജീവമായി. എന്നാൽ ഈ കുട്ടികൾക്ക് പലപ്പോഴും പ്രയോജനപ്രദമായ പുസ്തകങ്ങളാണോ ഈ വഴിയിലൂടെ ഇറങ്ങുന്നത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് അത്ര തൃപ്തികരമായ മറുപടിയല്ല കിട്ടുക. കാരണം ചുട്ടപ്പം പോലെ ചിലവാകാനുള്ള ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞു വന്നപ്പോൾ അത് മുതലെടുക്കാനുള്ള പ്രവണതയും ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. ബാലസാഹിത്യം എന്ന് പറയുന്നത് മുതിർന്നവർക്കുള്ള സാഹിത്യം പോലെയല്ല. എനിക്ക് മുതിർന്നവർക്ക് വേണ്ടി എഴുതാൻ ഞാൻ ഇരുന്ന് എഴുതിയാൽ മതി. എനിക്ക് കുട്ടിക്ക് വേണ്ടി എഴുതാൻ ഞാൻ ആദ്യമായിട്ട് കുട്ടിയാവണം. മാനസികമായ ഒരു കുട്ടിയായതിനു ശേഷം മാത്രമേ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ കഴിയുള്ളൂ. അവൻ്റെ ഭാഷ അറിയുള്ളൂ. അവന് ഏതെല്ലാം രൂപത്തിലുള്ള പദങ്ങൾ അറിയാം, ഏതെല്ലാം പരിസരങ്ങൾ അവന് സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യമായി എഴുത്തുകാരൻ കുട്ടിയാവണം. ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരണം. അപ്പോൾ ഒരുപാട് എഴുതിയിട്ടുള്ള അതിൽ പരിചിതമായിട്ടുള്ള ആളുകളാണ് ബാലസാഹിത്യ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ സാഹിത്യം എന്ന് പറയുന്നത് എഴുതി തുടങ്ങുന്നവരുടെ സാഹിത്യമല്ല, ഒരിക്കലും എഴുതി തെളിഞ്ഞവരുടെ സാഹിത്യമാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത്. ബാലസാഹിത്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു ബാലസാഹിത്യ കൃതിയിൽ ലഭിക്കണം. നമ്മൾ പുസ്തകങ്ങൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നല്ല, ആ രൂപത്തിലല്ല കുട്ടിയെ ബാല്യകാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കുട്ടിയെ വളരെ കാലത്തോളം സ്വാധീനം ചെലുത്തുന്നത്. ആ പുസ്തകങ്ങളാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകം നമ്മളെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ഒരിക്കലും മുതിർന്ന വായന ഉണ്ടല്ലോ. മുതിർന്ന വായന എന്ന് പറഞ്ഞാൽ ഒരു സമയം പോക്കുന്ന വായനയായി മാത്രമാണ് പലരും കണക്കാക്കിയിട്ടുണ്ടാവുക. അതേസമയത്ത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകം എന്താണ് എന്നത് അവനക്ക് ഇന്നും ഓർത്തെടുക്കാൻ കഴിയും. അതിലുള്ള കഥയും അതിലുള്ള അനുഭവങ്ങളും ഒക്കെ അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ അവന് വല്ലാത്ത തൃഷ്ണയുണ്ടാവും. അപ്പോഴാണ് അവരെ നന്മയുടെ ഭാഗത്തേക്ക് നയിക്കാൻ ഒരു പുസ്തകം, കുട്ടിയുടെ ഒരു പുസ്തകം എല്ലായ്പ്പോഴും അത് ഒരു നന്മ ഉദ്ദേശിച്ചുള്ളതാവണം. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അവരെ നന്മയുടെ ഭാഗത്തേക്ക് തിരിച്ചുവിടാനുള്ള വഴികൾ അതിൽ ഉരുത്തിരിഞ്ഞ് കാണണം. ഒരു പുസ്തകം വായിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ 2-3 മാർഗങ്ങൾ, ഈ പുസ്തകം ഇന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന 2-3 മാർഗങ്ങൾ ഉണ്ടാവും. ആ മാർഗങ്ങളിൽ ഒന്നുമല്ലാതെ ആയിരിക്കും ഒരു പക്ഷേ ഈ പുസ്തകം അവസാനിക്കുക. അപ്പോൾ അവൻ്റെ ബുദ്ധിവികാസത്തിന് ഈ വായന ഒരുപാട് പ്രയോജനം ചെയ്യും. അവനെ നേരായ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള താങ്ങ് ഒരു പുസ്തകം നൽകുന്നു എങ്കിൽ ബാലസാഹിത്യം സമ്പുഷ്ടമായി എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കുട്ടികളെ വായനാ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ സമയത്ത് ധാരാളമായി വായിക്കാനുള്ള പുസ്തകങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നന്മയുടെ അംശം കൊടുക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ധാരാളമായി ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സെമിനാറുകളും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളും ഉണ്ടാകുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എന്ത് എന്നതാണ്. ഒരു വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടി, ആ കുട്ടിയുടെ മുൻവശത്ത് വന്നിട്ട് ഒരു യക്ഷി അതിൻ്റെ പുറത്ത് കയറിക്കൊള്ളാൻ പറയുകയും അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം, ഈ കുട്ടിയല്ല നമുക്ക് ആവശ്യം. അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് സ്വന്തം രക്ഷിതാക്കന്മാരെയും സ്വന്തം വീടും എത്തിച്ചേരാനുള്ള മാർഗം എന്ത് എന്ന് കണ്ടെത്തുന്ന കുട്ടിയാണ് നമുക്ക് ആവശ്യം. എല്ലാ പ്രതിബന്ധങ്ങളും പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഒരു യക്ഷിയുടെയോ സന്യാസിയുടെയോ വേഷത്തിൽ വരുന്നവർ സാധിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്കല്ല നമ്മളെ കുട്ടി. അങ്ങനെയുള്ള സാഹിത്യങ്ങൾ ഒരുപാട് നമ്മുടെ ബാലസാഹിത്യത്തിലുണ്ട്. കുട്ടികളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവളെ നന്മയിലേക്ക് നയിക്കുന്ന സാഹിത്യമാവണം ബാലസാഹിത്യം. അത് പരമാവധി ഈ നല്ല വായനാശീലമുള്ള ഒരു കുട്ടി ഇപ്പോൾ പാഠപുസ്തകത്തിൻ്റെ പിന്നാലെ നിന്നുകൊണ്ട് പാഠപുസ്തകത്തിന് അനുസൃതമായി അവൻ വായിക്കാൻ നിർബന്ധിതനാവുകയാണ്. പാഠപുസ്തകം വായിക്കുന്നത് അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കവിതയാണെങ്കിൽ ആ കവിയുടെ മറ്റ് പുസ്തകങ്ങളാണ് അവന് പഠിക്കേണ്ടത്.
അവൻ്റെ പാഠപുസ്തകം അവന് വായിക്കാൻ മാത്രമാണ്. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മളുള്ളത്. അവൻ്റെ കയ്യിലുള്ള പാഠപുസ്തകം വായിക്കുക മാത്രം ചെയ്യുകയും പഠിക്കാൻ വേണ്ടി ആ പാഠപുസ്തകത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് പുസ്തകങ്ങൾ തേടിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമുള്ളത് നിലവിലുള്ളത്. ആ സമയത്ത് അതിന് അനുസൃതമായ രൂപത്തിലുള്ള നല്ല പുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭിക്കാൻ ആവശ്യമായ എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ നമുക്കാവും എന്ന് കൂട്ടായി ആലോചിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ. അതിലൂടെ ധാരാളമായി എഴുത്തുകാരെ കണ്ടെത്തുവാനും നല്ല എഴുത്തുകാരിൽ നിന്ന് നല്ല പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ബാല്യങ്ങൾക്ക് ലഭ്യമാവാനുള്ള ഒരു വഴി ഈ ആലോചനയിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ വിശദമായി റഷീദ് പരപ്പനങ്ങാടി കാര്യങ്ങളെ വിശദീകരിച്ചിരിക്കുന്നു. ഒരു കുട്ടി മനസ്സുള്ളവന് മാത്രമേ സാഹിത്യകാരനാകാനാകൂ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ബാലസാഹിത്യ കൃതികൾ നൽകേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒരു പഠന പദ്ധതി എന്ന നിലക്ക് ബാലസാഹിത്യത്തെ സമീപിക്കുന്ന ആളുകൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ റഷീദ് പരപ്പനങ്ങാടിക്ക് യുവതയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി നമ്മോട് സംസാരിക്കുന്നത് എഴുത്തുകാരൻ, നാടകകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ നമുക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള ബഹുമാന്യനായ PM ഹനീഫ് സാഹിബാണ്. അദ്ദേഹം വളരെ കാര്യമായി തന്നെ ബാലസാഹിത്യത്തെ നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ബാലസാഹിത്യം കമ്പോള ഉൽപ്പന്നമായി മാറിയെന്നും അത് കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളതിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ച് മുതിർന്നവർക്ക് വേണ്ടി എന്നുള്ളതിലേക്ക് മാറിയെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ളത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. കാരണം പല ആളുകൾക്കും അത്തരമൊരു അഭിപ്രായമുള്ളതായിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിരീക്ഷണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത്, കേരളത്തിലെ ബാലസാഹിത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരനായ NV കൃഷ്ണവാര്യരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിയെ മുഖവിലക്കെടുത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ബാലസാഹിത്യം എന്ന് പറയുന്നത് കൗതുകവും വിജ്ഞാനവും വിതറുന്നതോടൊപ്പം വളരെ രസാവഹമായ ഒരു സംഗതിയാകണമെന്നാണ് കൃഷ്ണവാര്യരുടെ ഒരു ചിന്ത. ആ ചിന്ത തന്നെയാണ് ബഹുമാന്യനായ PM ഹനീഫ് സാഹിബും പങ്കുവെക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് ശ്രവിക്കാം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ഇന്ത്യൻ സാഹിത്യത്തിൽ നിന്നുള്ള ഒരു ചർച്ചയിലൂടെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള സാഹിത്യം എന്ന ഒരു ചിന്തയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള എന്ന് പറയാൻ കാരണം, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് സാഹിത്യത്തിൽ ആ തരത്തിലുള്ള ഒരു ശാഖാവികസനം ഉണ്ടായിരുന്നിട്ടില്ല. ഹിന്ദിയിൽ പ്രേംചന്ദിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു ബാലസാഹിത്യ ശാഖയുടെ ഉത്ഭവം. നാം മലയാളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മഹാനായ NV കൃഷ്ണവാര്യരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ബാലസാഹിത്യത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങേണ്ടത്. കാരണം എന്താണ് ബാലസാഹിത്യം? അതിന് NV ആധികാരികമായി പറഞ്ഞ ഒന്ന്. കാരണം NVയുടെ കൂടെ കുങ്കുമം പോലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ ഡെസ്കിൽ ജോലി ചെയ്തിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ബാലസാഹിത്യം സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതായിരുന്നു ഒരു സബ് എഡിറ്ററായ എൻ്റെ ഉദ്യമം. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇന്നും ഒരു കരിങ്കല്ലിൽ കൊത്തിയ പോലെ എൻ്റെ മനസ്സിലുണ്ട്. അത് കൗതുകം വിതറുന്നതായിരിക്കണം, അത് വിജ്ഞാനപ്രദമായിരിക്കണം, അത് രസാത്മകമായിരിക്കണം. എനിക്ക് ഏത് സാഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് തന്നെയായിരുന്നു. പക്ഷേ കുട്ടികളുടെ സാഹിത്യം സംബന്ധിച്ച് നർമ്മ മധുരമാകണം എന്നുകൂടി NV കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണല്ലോ
അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ഉണ്ണിക്കുട്ടൻ്റെ ലോകം പോലുള്ള പ്രഖ്യാതമായ നന്ദനാർകൃതി മലയാളത്തിലുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഈ മാതൃഭൂമി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഈ വിഷുപ്പതിപ്പുകളും ആ അർത്ഥത്തിൽ വളർന്നു വരുന്ന എഴുത്തുകാർക്ക് വേണ്ടി ബാലസാഹിത്യ മത്സരങ്ങളും തുടങ്ങി വെച്ചത്. നമ്മുടെ പ്രഖ്യാതരായ പല എഴുത്തുകാരും ആ പതിപ്പുകളിലൂടെ രംഗത്ത് വന്നവരാണ്. നമുക്ക് യുവത പോലൊരു പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഇസ്ലാമിക സാഹിത്യ രംഗത്ത് കുട്ടികളുടെ സാഹിത്യത്തിന് എത്ര കണ്ട് വളർച്ചയുണ്ടായി എന്നുള്ളത്. സത്യത്തിൽ മലയാളത്തിൽ കുട്ടികൾക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന പഞ്ചതന്ത്രം പോലുള്ള കൃതികളുണ്ടല്ലോ കൃഷ്ണവർദ്ധൻ്റെ, അതിനൊക്കെ മുമ്പ് പേർഷ്യൻ സാഹിത്യത്തിൽ ഖലീല വദിംന ഉണ്ടായിട്ടുണ്ട്. ഖലീല വദിംനയുടെ യഥാർത്ഥത്തിലുള്ള ഒരു പരോക്ഷ പുനരാഖ്യാനമാണ് പഞ്ചതന്ത്രം. ആദ്യം ഉണ്ടായത് ഖലീല വദിംനയാണ്. ആ ചുവട് പിടിച്ച് യുവത, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങി ഏകദേശം മലയാളത്തിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ 42ഓളം ഇസ്ലാമിക പ്രസാധകരുണ്ട്. അവരുടെ മിക്കവാറും ഏറ്റവും വലിയ വിൽപ്പന ശാഖ എന്ന് പറയുന്നത് ബാലസാഹിത്യങ്ങളാണ്. കുട്ടികളുടെ നബി, കുട്ടികളുടെ പ്രവാചകന്മാർ, കുട്ടികൾ അറിയേണ്ടുന്ന സഹാബികൾ, ഈ ഇനത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ. അതിൽ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിൻ്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഇതിലൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കൗതുകം വിതറുക, രസാത്മകമായിരിക്കുക, വിജ്ഞാനപ്രദമായിരിക്കുക, ഇത്രയും കാര്യങ്ങൾ ഈ ഇസ്ലാമിക സാഹിത്യ ശാഖയിലും എഴുത്തുകാർ കൃത്യമായി പരിപാലിച്ചിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായൊരു കൃതിയുടെ പേരുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അഹമ്മദ് ബഹജത്ത് നമുക്കൊക്കെ വളരെ സുപരിചിതനായ അറബ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആനിലെ ജന്തുകഥകൾ ലോക ബാലസാഹിത്യ പ്രസ്ഥാനത്തിൽ തന്നെ വളരെ അത്യാകർഷകമായ ഒരിനമാണ് ബഹജത്തിൻ്റെ കൃതികൾ. ബഹജത്തിൻ്റെ ഏത് കൃതികളും ഞാൻ ആരാമം എഡിറ്ററായിരുന്ന കാലത്ത് ബഹജത്തിൻ്റെ പൂച്ചയോട് ചില കുസൃതി ചോദ്യങ്ങൾ എന്ന പേരിൽ ഒരു ഗ്രന്ഥം അറബിൽ നിന്ന് തർജ്ജമ ചെയ്ത് ചേർത്ത് ഓർക്കുന്നു. വി എ കബീർ, അഷറഫ് കീഴുപറമ്പ് തുടങ്ങിയ അറബിയും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന എഴുത്തുകാർ. അതുപോലെ നമ്മുടെ എഴുത്തുകാരിൽ വളരെ പ്രമുഖനായ NP ഹാഫിസ് മുഹമ്മദ് കുട്ടികളുടെ പാദുഷ ചക്രവർത്തി എന്ന പേരിൽ 2002 മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള അവാർഡും മഞ്ചേരിയിലെ ആർട്ടിസ്റ്റ് സഗീറിന് ചിത്രീകരണത്തിനുള്ള അവാർഡും നേടിക്കൊടുത്തൊരു പുസ്തകമാണെന്ന്. മറ്റ് സാഹിത്യശാഖകളിൽ കുഞ്ഞുണ്ണി മാഷെ പോലുള്ളവർ കുട്ടികൾക്ക് വേണ്ടി എഴുതിയപ്പോൾ, പക്ഷെ അത് കുട്ടികളെക്കാൾ അധികം മുതിർന്നവരാണ് ആസ്വദിച്ചത്. കുഞ്ഞുണ്ണി മാഷയുടെ കൃതികൾ വളരെ തോതിൽ ഈ ആശയസമ്പുഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ NV പറഞ്ഞ ആ രസാത്മകം എന്ന പരിധി വിട്ട് രസിപ്പിക്കുന്നതായിരുന്നു, പക്ഷെ അത് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതായിരുന്നില്ല. ഇതൊരു പക്ഷേ എൻ്റെ ഈ പ്രസ്താവം വിവാദം ഉണ്ടായേക്കാം. കാരണം കുഞ്ഞുണ്ണി കുട്ടികളുടെ കുട്ടേട്ടൻ എന്ന പേരിൽ ബാലഭക്തികൾ കൈകാര്യം ചെയ്യുകയും കുട്ടികൾക്ക് വേണ്ടി ധാരാളം സാഹിത്യങ്ങൾ എഴുതുകയും ചെയ്ത ആളാണല്ലോ. പക്ഷേ കുഞ്ഞുണ്ണി മാഷ് കുട്ടികൾ വായിച്ചു എന്നുള്ളതിലുപരി രക്ഷിതാക്കൾ വായിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ സാഹിത്യത്തിൻ്റെ താഴ്ചയോ മേന്മയോ ആണെങ്കിലും അതൊന്ന്. പിന്നെ അതുപോലെ ഈ ബാലസാഹിത്യ കൃതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രധാനമായിട്ട് മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് അന്തരിച്ച ക്ലിൻ്റ് എന്ന കൊച്ചുമിടുക്കൻ്റെ കാര്യം. വളരെ ചെറുപ്പത്തിൽ ഏകദേശം 3-4 വയസ്സുള്ളപ്പോൾ തന്നെ അത്യത്ഭുതകരമാം വിധം ചിത്രകലയിൽ
തൻ്റെ പ്രാഗൽഭ്യം ക്ലിൻ്റ് പ്രദർശിപ്പിച്ചു എന്നുള്ളതിൻ്റെ മറ്റൊരു മുഖ്യ ദൃഷ്ടാന്തം ക്ലിൻ്റിൻ്റെ വരകൾ അധികവും കഥകളായിരുന്നു. അതധികവും ഒന്നുകിൽ ഈ ബൈബിൾ കഥകളെ ഉപജീവിച്ചതായിരുന്നു. കാരണം അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവർ ക്ലിൻ്റിന് പറഞ്ഞു കൊടുത്ത കുട്ടികളുടെ കഥകൾ. അതുപോലെ തന്നെ കെ.എ. കൊടുങ്ങല്ലൂർ, അദ്ദേഹം ഈ പത്രപ്രവർത്തനത്തിലും ആകാശവാണിയിലെ ഉദ്യോഗത്തിലും ഒക്കെ വളരെ സജീവമായിരിക്കുമ്പോഴും വളരെ ആദ്യം അദ്ദേഹം രചനകൾ ആരംഭിച്ചത് ബാലസാഹിത്യമാണ്. കാരണം എല്ലാവർക്കും കേട്ടറിവുള്ള ഒന്നെങ്കിലും ആയിരിക്കുമല്ലോ, മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ ദത്തുപുത്രനായിരുന്നു കെ.എ. കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എന്നും എന്നോടൊക്കെ വ്യക്തിപരമായി ഓർമ്മിച്ചെടുത്തിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. അബ്ദുറഹ്മാൻ സാഹിബ് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അധികവും ഖുർആനിലുള്ള കഥകൾ. കാരണം അബ്ദുറഹ്മാൻ സാഹിബിന് അതിലുള്ള ഒരു ശ്രദ്ധ വളരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നാടകാചാര്യനായ കെ.ടി. മുഹമ്മദ് നമ്മുടെ മുതലക്കുളത്തുള്ള പട്ടാളപ്പള്ളി അവിടെ ഇരുന്ന് വളരെ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റൊക്കെ ആകുന്നതിന് മുമ്പ് പോലീസുകാരൻ കുഞ്ഞഹമ്മദ് ഖായുടെ ശിഷ്യത്വത്തിൽ ജീവിച്ച കാലത്ത് ധാരാളം അറബ് സാഹിത്യങ്ങൾ പരിചയിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് പട്ടാളപ്പള്ളിയിൽ ഇരുന്നിട്ട് വളരെ ഉറക്കെ കെ.ടി. മുഹമ്മദ് ഖുർആൻ പാരായണം ചെയ്യും. അബ്ദുറഹ്മാൻ സാഹിബ് എന്നിട്ട് മോനെ അങ്ങനെ ഉച്ചത്തിൽ നാട്ടുകാരെ കേൾപ്പിച്ച് ഓതണ്ട, നീ വളരെ ലഘുവായിട്ട് ഓതിയാൽ മതി. ഇത് ഓതിയാൽ മാത്രം പോരാ, ഖുർആനിലുള്ള ധാരാളം കഥകളുണ്ട്. പ്രവാചക കഥകൾ, സഹാബികളെക്കുറിച്ചുള്ള കഥകൾ, നബിമാരുടെ കഥകൾ, ചരിത്രങ്ങൾ തന്നെ വലിയ സാഹിത്യമാണ്. ആ സാഹിത്യത്തിൽ ഈ ബാലമനസ്സുകൾ ഉൾക്കൊള്ളേണ്ടുന്ന നിരവധി വസ്തുതകൾ അടങ്ങിയിട്ടുണ്ട്. അത് ഉൾക്കൊള്ളണം എന്ന് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതായി കെ.ടി. മുഹമ്മദ് അനുസ്മരിച്ചിട്ടുണ്ട് പല കാലങ്ങളിലും. അപ്പം ഇതൊക്കെ ഞാൻ വിശദീകരിക്കുന്നത്, ബാലസാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ LP, UP അല്ലെങ്കിൽ LKG, UKG എന്നൊക്കെ ഇപ്പോൾ വിശദീകരിക്കുന്ന ഒരു സ്കൂൾ പഠന സമ്പ്രദായങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതല്ല. നാടോടി കഥകൾ, അമ്മൂമ്മ കഥകൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ ഇവയിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന. കാരണം നമ്മുടെ അമ്മൂമ്മമാരിലൂടെയാണല്ലോ ഈ കടങ്കഥകളും പഴഞ്ചൊല്ലുകളും ഒക്കെ പ്രചാരം നേടിയത്. അപ്പോൾ അതൊക്കെ ബാലസാഹിത്യ രൂപത്തിൽ അധികം ഗ്രന്ഥരൂപങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും രാജ്യത്ത് പ്രചാരത്തിൽ വരുന്നതാണ്. വേലായുധ പണിക്കശ്ശേരി സാറ് 10,000 പഴഞ്ചൊല്ലുകൾ സമാഹരിച്ചപ്പോൾ അതിൻ്റെ ആമുഖമായി പറഞ്ഞത്, എനിക്ക് ഈ പഴഞ്ചൊല്ലുകൾ അധികവും പറഞ്ഞു തന്നത് മുത്തശ്ശിമാരാണ് എന്നുള്ളതാണ്. മുത്തശ്ശിമാരതങ്ങനെ വെറുതെ ഇരുന്നിട്ട് ആത്മകഥം പോലെ അയവിറക്കുന്നതായിരുന്നില്ല. അവർക്ക് ഏറ്റവും ഒരുപാട് കുട്ടികളുണ്ടാവും. ഈ കുട്ടികളോട് ഇവർ കഥകൾ പറഞ്ഞു കൊടുക്കും. അതിൽ പഴഞ്ചൊല്ലുകൾ വരും, അതിൽ കടങ്കഥകൾ വരും. അത് ഈ ചുണ്ടുകൾ മാറി 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 ഇന്നത്തെ കാലത്തെത്തുമ്പോൾ പല പരിഷ്കാരങ്ങളും അതിൽ വന്നിട്ടുണ്ടെങ്കിലും ഏത് പഴഞ്ചൊല്ല് വേണമെങ്കിലും എടുത്തു നോക്കിക്കൊള്ളൂ, അതൊക്കെ കുട്ടികളെ കേന്ദ്രീകരിച്ചായിരിക്കും. ഈ മക്കളെ മാതാപിതാക്കളെ ബന്ധിപ്പിച്ച് പറയുമ്പോൾ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും സ്മരിക്കേണ്ട എന്ന ചൊല്ലൊക്കെ ഈ കുട്ടികളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ വേരോടുന്നവയാണ്. ആ തരത്തിൽ തന്നെ കടങ്കഥകളും, ഞെട്ടില്ല വട്ടയില്ല, ഏത് കുട്ടി അപ്പം പറയും പപ്പടം, കാട്ടിലൊരു തുള്ളി ചോര. ഒരു കുട്ടി പെട്ടെന്ന് ഉത്തരം പറയുന്നു മഞ്ചാടി. ഇതൊക്കെ ഏത് കടങ്കഥയുടെ ഉത്തരം ബാലമനസ്സുകളെ ആശ്രയിക്കുന്ന തരത്തിലുള്ളതാണ്. ആ തരത്തിലാണ് നമ്മുടെ ബാലസാഹിത്യത്തിൻ്റെ വളർച്ചയും ഇടർച്ചയുമൊക്കെ. പക്ഷേ ഇതിപ്പോൾ പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം ഈ പല സാഹിത്യശാഖകളും ഈ മുരടിച്ച് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതിനൊക്കെ കാരണം പറയുന്നത് വിൽപ്പനയില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രസിദ്ധീകരണശാലയിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ വളരെ മനസ്സിനെ മഥിക്കുന്ന ഒരുതരം നോവലുകളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ വല്ലാതെ വിപ്ലവം മുഴക്കുന്ന കവിതകളെ അപേക്ഷിച്ച് ബാലസാഹിത്യ കൃതികളുടെ പ്രചാരം എത്രയ്ക്കുണ്ട്? അക്കാര്യത്തിൽ നമ്മളൊരു കാര്യം സ്മരിക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രസീവ് ലിറ്ററേച്ചർ വളരെ സജീവമായിരുന്ന കാലത്ത് ഈ
റഷ്യയിൽ ഒരു നവോത്ഥാന ശ്രമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കമ്മ്യൂണിസത്തിൻ്റെ ഈ ഇടർച്ചകൾക്ക് ശേഷം ഉണ്ടായ വീഴ്ച. അക്കാലത്ത് മദ്രാസ് കേന്ദ്രീകരിച്ചിട്ട് മോസ്കോ ലിറ്ററേച്ചർ കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രഖ്യാതരായ പല സാഹിത്യകാരന്മാരും മദ്രാസിൽ അവരുടെ ഡെസ്കിൽ താമസിച്ച് ധാരാളം ബാലസാഹിത്യങ്ങൾ, പഴയ തലമുറയിലുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാവും, റഷ്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള അത് ലക്ഷക്കണക്കിന് കോപ്പികളാണ് കപ്പൽ മാർഗം കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. ബാലസാഹിത്യ രംഗത്തെ വലിയൊരു വളർച്ചയുടെ ത്വരയായിരുന്നു. അതുപോലെ ബാലസാഹിത്യ രംഗത്തും കാരൂർ നീലകണ്ഠപിള്ളയെ ഓർക്കണം. ബഷീറിൻ്റെ സാഹിത്യം നോക്കൂ. ബഷീറിൻ്റെ സാഹിത്യം വളരെ ആശയ സമ്പുഷ്ടമാണെന്നൊക്കെ പറയുമെങ്കിലും ബാല്യകാലസഖി ഇപ്പോഴും ഒരു കുട്ടിക്ക് പോലും വായിച്ച് എടുക്കാം. ഈ രക്തം പൊടിയുന്ന ഒന്ന് എന്ന് MP പോൾ പ്രഖ്യാപിച്ച ഒന്നാണല്ലോ ബാല്യകാലസഖി. ബാല്യകാലസഖി അതിൻ്റെ ഒരു മധ്യഘട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ അതധികവും ബാലസാഹിത്യം തന്നെയാണ്. മജീദും സുഹറയും തമ്മിലുള്ള ബന്ധം, അതിലൂടെ ആദ്യമായി പറയുന്ന സുന്നത്ത് കല്യാണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, മജീദിൻ്റെ ഈ കാലിലിങ്ങനെ കല്ല് തറച്ചിട്ട് അത് പഴുത്തിട്ട് വലിയൊരു വെള്ളയ്ക്ക, സാധാരണ ഭാഷയിൽ മച്ചിങ്ങ എന്ന് പറയുന്ന പ്രായത്തിൽ പഴുത്ത് നിന്നപ്പോൾ ഈ സുഹറ ആ വേദനയ്ക്കിടയിൽ അതിലേക്ക് പതുക്കെ തൻ്റെ ചുണ്ടുകൾ അമർത്തിയപ്പോൾ അത് പൊട്ടി പോയി എന്നുള്ള കാര്യം. ഞാനിത് പറയുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പമായി. ബഷീറിൻ്റെ ശൈലിയിൽ പറയുമ്പോൾ അത് തികച്ചും ഒരു കുട്ടികളുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒന്നായിരുന്നു. കുട്ടികളുടെ മനസ്സിനെ ആർദ്രമാക്കുക, കുട്ടികൾ മനസ്സിനെ കൗതുകതരമാക്കുക, കുട്ടികളുടെ മനസ്സിൽ വിജ്ഞാനം പകരുക, കുട്ടികളുടെ നർമ്മത്തിൽ ചാലിച്ച തരത്തിൽ എക്കാലത്ത് അവർക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പാകത്തിലുള്ളതാകുക. ബാലസാഹിത്യത്തിന് മികച്ച മാതൃകകൾ അതൊക്കെ തന്നെയാണ്. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഇതിനൊരു രാഷ്ട്രീയമില്ലേ? കുട്ടികളുടെ സാഹിത്യം, വനിതകളുടെ സാഹിത്യം, ഈ പെണ്ണെഴുത്തെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിച്ച് വെക്കാറുണ്ടല്ലോ. എന്താണ് കുട്ടികളുടെ സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയം? കുട്ടികളുടെ സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരെ പ്രകൃതിയെ പഠിപ്പിക്കുക, അവരെ ജന്തുക്കളെക്കുറിച്ച് പഠിപ്പിക്കുക, അവരെ പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഈ പ്രവാചക കഥകൾ. കുട്ടികളുടെ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഏതൊരു ബാലസാഹിത്യ ശാഖയും ഇസ്ലാമിക ഈ പ്രസാധനാലയങ്ങളിൽ നിന്ന് എടുത്തു നോക്കിയാലും ഈ സുലൈമാൻ നബിയുടെ മരം കൊത്തി, ആദം പ്രവാചകൻ്റെ കാലത്തെ ആ കാക്കകൾ തമ്മിലുള്ള മത്സരം, യൂസുഫ് നബിയുടെ ബാല്യം, വളരെ പ്രഖ്യാതമാണ് യൂസുഫ് നബിയുടെ ബാല്യം എന്ന് പറയുന്നത്. യൂസുഫ് നബിയുടെ ബാല്യത്തിൽ യാക്കൂബ് നബിക്ക് മറ്റൊരു ഭാര്യയിലുണ്ടായ മക്കൾ യൂസുഫിനോട് അസൂയ വർദ്ധിച്ചു. അവർ, പിതാവേ, ഞങ്ങൾ യൂസുഫിനെ വേട്ടയാടാൻ പോകുമ്പോൾ കൊണ്ടുപോകട്ടെ. യാക്കൂബിന് സമ്മതമായിരുന്നില്ല. പക്ഷെ അവർ പല നുണകളും പറഞ്ഞു വരുത്തി യൂസുഫിനെ കൂടെ കൂട്ടി. വനത്തിൽ കൊണ്ടുപോയി ഒരു ചെന്നായയെ കൊന്ന് അതിൻ്റെ ചോര യൂസുഫിൻ്റെ അങ്കിയിൽ മുക്കി യൂസുഫിനെ കിണറ്റിൽ തള്ളിയിടുകയായിരുന്നു സ്വന്തം സഹോദരങ്ങൾ. അത് ഈ പ്രവാചക കുലത്തിലുണ്ടായ ചതിയുടെയും വഞ്ചനയുടെയും കഥ എന്നുള്ളതിലുപരി ആധുനിക സമൂഹത്തിന് നാം സൂക്ഷിക്കേണ്ടുന്ന ചില ധാർമ്മികതയുടെ പാഠങ്ങളാണ് യൂസുഫിൻ്റെ ചരിത്രം പറയുന്നത്. യൂസുഫ് നബി അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് ഒരു കച്ചവടക്കാരായ യാത്രാസംഘം രക്ഷപ്പെടുത്തുന്നു. അദ്ദേഹം രാജകൊട്ടാരത്തിലെത്തുന്നു. രാജകൊട്ടാരത്തിലെ മുഖ്യ ഉപദേഷ്ടാവാകുന്നു. ഈ സഹോദരങ്ങൾ മിസ്രിൽ മുഴുവൻ പട്ടിണി പടരുമ്പോൾ ധാന്യങ്ങൾ അന്വേഷിച്ച് അവിടെ എത്തുന്നു. ഈ സ്വന്തം സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സ്വർണ്ണ നാണയം ഈ സഹോദരന്മാർക്ക് വിളമ്പുന്ന ധാന്യത്തിൻ്റെ അടിയിൽ ഇടുന്നു. അവരെ പരിശോധിക്കുമ്പോൾ അവരിൽ നിന്ന് സ്വർണ്ണ നാണയം കിട്ടുന്നു. അതൊന്നും ഈ യൂസുഫ് നടത്തിയ ഒളിപ്രവർത്തനങ്ങളായിരുന്നില്ല.
എന്തുകൊണ്ട് ചതി, വഞ്ചന, ആ തരത്തിലുള്ള ഈ ദുർവിചാരങ്ങൾ ബാലമനസ്സുകളിൽ ഉണ്ടാകരുത് എന്നുള്ളത് ഗ്രഹിക്കാൻ പാകത്തിലുള്ള രചനകളും കൃതികളും സംഭവങ്ങളുമാണ്. ഈ സംസ്കൃത സാഹിത്യത്തിൻ്റെ വിപുലമായ ശേഖരത്തിലേക്ക് കടന്നാലും കാളിദാസൻ്റെ മികച്ച കൃതികളുടെയൊക്കെ പശ്ചാത്തലമായി നല്ല തോതിൽ ഈ കുട്ടികൾക്ക് മനസ്സിലാകേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ശാകുന്തളത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളെ ഈ മഹാനിരൂപകനായ കുട്ടിക്കൃഷ്ണമാരാർ തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. മാരാരുടെ ഭാഷയിൽ നിങ്ങൾ കുട്ടികളുടെ സാഹിത്യം രചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് അവരുടെ ഭാഷയെ ശ്രദ്ധിക്കൂ. നിങ്ങൾ അവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് ഭാഷ തിരഞ്ഞെടുത്തിട്ട് അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. മാരാർ ഭാഷയിൽ വളരെ സശ്രദ്ധ പുലർത്തിയ ഒരു മഹാനിരൂപകനായിരുന്നല്ലോ. അദ്ദേഹം മഹാഭാരതം അടിസ്ഥാനമാക്കി സകല ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ 18 വിന്യാസങ്ങൾ പോലുള്ള ഗ്രന്ഥങ്ങൾ സമാഹരിച്ചത്. അതിൽ മാരാരുടെ വളരെ പ്രഖ്യാതമായ ചില കൃതികളുണ്ട്. മഹാഭാരതത്തിലെ കഥകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളത്. ആ അർത്ഥത്തിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ ഭാരതം, ഭാഗവതം, രാമായണം ഇത്യാദികളിൽ നിന്നുള്ള ബാലമനസ്സുകളെ ആശ്രയിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുത്ത അധികവും മാരാറാണ്. പിന്നീട് ഈ തലമുറയിൽ സുമംഗല, പിന്നെ ഞാൻ നേരത്തെ കാരൂറിൻ്റെ പേര് പറയുകയുണ്ടായി, അത്തരം ആളുകളൊക്കെ ഇപ്പോൾ നമ്മുടെ മുതിർന്ന എഴുത്തുകാരിൽ പലരും കുട്ടികളുടെ മനസ്സിനെ ആശ്രയിക്കുന്ന തരത്തിൽ എഴുതുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നന്ദനാരുടെ ഒരു തലമുറയോടുകൂടി അത് അവസാനിച്ചു കഴിഞ്ഞു. ഉറൂബ് അക്കാര്യത്തിൽ വളരെ ബദ്ധശ്രദ്ധനായിരുന്നു. ഉറൂബിനെ തീ കൊണ്ട് കളിക്കരുത്, ഈ കുഞ്ഞിപ്പങ്ങളും നങ്ങേലിയും തുടങ്ങി ധാരാളം കഥകൾ ബാലമനസ്സിനെ ആകർഷിക്കുന്നവയായിരുന്നു. പിന്നെ കവിതയിലേക്ക് വന്നാൽ സുഗതകുമാരിയുടെ ഈ മുന്തിരിത്തേൻ, ഈ ജി ശങ്കരക്കുറുപ്പിൻ്റെ കിളിക്കൊഞ്ചൽ തുടങ്ങിയ ധാരാളം കൃതികളുണ്ട്. അതുപോലെ വീരാൻകുട്ടി, ഈ പുതിയ തലമുറയിലെ റഫീഖ് അഹമ്മദ് തുടങ്ങിയ ആളുകളും കുട്ടികളെ അഭിമുഖീകരിക്കുന്ന ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇവയിലൊക്കെയും അടിസ്ഥാനപരമായി എൻ വി കൃഷ്ണവാര്യർ ഉത്ബോധിപ്പിച്ചിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആത്യന്തികമായി ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു മഹദ്വചനം തന്നെയാണ്. കുട്ടികളുടെ സാഹിത്യം അതെന്താണ്, എന്താകണം എങ്കിൽ അതിൽ കൗതുകം വിതരണം, അത് രസപ്രദമായിരിക്കണം, അത് നർമ്മമധുരമായിരിക്കണം. ഇതാണ് പായസം പോലെ ഒരു കൃതി കുട്ടിക്ക് അനുഭവപ്പെടണം എന്ന് നന്ദനാർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നന്ദനാരുടെ കൃതികളൊക്കെ അതായിരുന്നു. ഈ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, ഉണ്ണിക്കുട്ടൻ്റെ രാത്രികൾ പകലുകൾ എന്നൊക്കെ പറഞ്ഞു, ഇതെല്ലാം കൂടി ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നന്ദനാർ സമാഹരിച്ചിട്ടുണ്ട്. തരത്തിൽ ബാലസാഹിത്യത്തെക്കുറിച്ച് ധാരാളമായി പറയുവാനുണ്ട്. അത് വിവിധ സാഹിത്യ ശാഖകളിൽ, വിവിധ മതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. അക്കൂട്ടത്തിൽ തന്നെ ഈ നമ്മൾ പറയുമ്പോൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ നമ്മുടെ ബാലപ്രസിദ്ധീകരണങ്ങളെന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ യുറൈക്ക പോലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചില ഗ്രന്ഥങ്ങൾ നല്ല രീതിയിൽ കുട്ടികളെ ആ തരത്തിൽ പരിശീലിപ്പിച്ചപ്പോൾ മറക്കരുത്. പരേതനായ വി മുഹമ്മദ് സാഹിബ്, അദ്ദേഹം ശാസ്ത്രഗതി എന്ന പേരിൽ തന്നെ നല്ലൊരു ശാസ്ത്ര ജേണൽ ഇറക്കിയിരുന്നു. അതിൽ പകുതിയോളം, അതിൽ കുറച്ചു കാലം അതിൻ്റെ എഡിറ്റോറിയൽ ഡെസ്കിൽ ജോലിക്കാരനായിട്ടല്ലെങ്കിലും മുഹമ്മദ് സാഹിബ് ഉള്ള കാലത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള കഥകളൊക്കെ, ശാസ്ത്ര കഥകൾ തിരഞ്ഞെടുത്തിരുന്നത് ഞാനാണ്. അപ്പോൾ വി മുഹമ്മദ് സാഹിബിൻ്റെ ശാസ്ത്രഗതി പോലുള്ള കൃതികൾ, കെ എ കൊടുങ്ങല്ലൂരിൻ്റെ ആദ്യകാല രചനകൾ, ഇതൊക്കെ നമ്മുടെ സ്മരണയിൽ വരേണ്ടതുണ്ട്. ഇന്ന് ബാലസാഹിത്യ ശാഖ സമ്പുഷ്ടമല്ല എന്നും ബാലസാഹിത്യം എന്ന് പറയുന്നത് മികച്ചവർക്കുള്ള, മുതിർന്നവർക്കുള്ള സാഹിത്യമാണ്, അങ്ങനെയായി മാറിയിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാലസാഹിത്യ രംഗത്ത് ശ്രദ്ധിക്കുന്ന ഏവരുടെയും ഏറെ പ്രിയങ്കരമായ ഒരു പേരാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ എന്നത്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും
ഒരുപോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ മുഴുവൻ. എന്നാൽ PM ഹനീഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കുട്ടികൾ വായിക്കുക എന്നതിനപ്പുറത്ത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക എന്നതിലേക്കായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതികൾ പോയിരുന്നത് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി മാഷുടെ കൃതികൾ മുഖേന കുട്ടികൾ അദ്ദേഹത്തോട് അടുപ്പം പ്രാപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക PM ഹനീഫ് സാഹിബ് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായ ഒരു നിരീക്ഷണമാണ്. കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ അത് രക്ഷിതാക്കളെയാണ് സ്വാധീനിച്ചത്. ആ നിലക്ക് നോക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ബാലസാഹിത്യ കൃതികളിൽപ്പെട്ട ഒന്നാണ് കുഞ്ഞുണ്ണി മാഷുടേത് എന്നാണ് PM ഹനീഫ് സാഹിബ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഏറെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാൽവെപ്പായിരുന്നു കേരളത്തിലെ മുസ്ലിം പ്രസിദ്ധീകരണാലയങ്ങളുടെ ബാലസാഹിത്യ രംഗത്തുള്ള കാൽവെപ്പുകൾ. ആ കാൽവെപ്പുകളെയും PM ഹനീഫ് സാഹിബ് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. വളരെ വിശദമായി വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിച്ച PM ഹനീഫ് സാഹിബിന് യുവതയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. ഇനി നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ജബ്ബാർ ഒളവണ്ണയാണ്. ബാലസാഹിത്യ രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ 1-2 പോയിന്റുകൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പങ്കുവെക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ കുരുന്നുകൾ നമ്മോട് പുസ്തകങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ എഞ്ചുവടിയിലേക്കും 10-20 രൂപ കൊടുത്ത് കിട്ടുന്ന സാധാരണമായ പുസ്തകങ്ങളിലേക്കുമാണ് നമ്മുടെ ചിന്ത പോകാറുള്ളത്. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി രചിക്കപ്പെട്ടിട്ടുള്ള, അവരുടെ കാലത്തിനനുസരിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കയറുന്നത് വളരെ അപൂർവമാണ്. എന്തിനാണ് വളരെ വലിയ വില കൊടുത്ത് അത്തരമൊരു പുസ്തകം വാങ്ങിയെടുക്കുന്നത് എന്നുള്ള ചിന്തയിലേക്കാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് പോകുന്നത്. നമ്മൾ ലാഭത്തിലേക്കാണ് കണ്ണു നടുന്നത്. എന്നാൽ അതിനേക്കാൾ പണത്തിനേക്കാൾ മൂല്യമുള്ളത് കുട്ടികളുടെ ഭാവിയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണമല്ല, പുസ്തകത്തിൻ്റെ കാമ്പാണ് നാം പരിഗണിക്കേണ്ടത് എന്നർത്ഥം. ഈ വിഷയം കൃത്യമായി വളരെ ലളിതമായി അബ്ദുൽ ജബ്ബാർ ഒളവണ്ണ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് ഒന്ന് പോകാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യുവത ലിറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ബാലസാഹിത്യത്തിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രൗഢഗംഭീരമായ പ്രമുഖ സാഹിത്യകാരന്മാരുടെ ഭാഷണങ്ങൾ നിങ്ങൾ ഇതിനകം ശ്രവിച്ചു കഴിഞ്ഞു. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് കാറൽ മാർക്സ് പറയുകയുണ്ടായി. എഴുതിയതൊന്നും പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും പേനകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ മാറ്റമില്ലേ? വാഹനത്തിൽ കുതിരവണ്ടിയും കാളവണ്ടിയും ഒന്നും കാണാനില്ല. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അവിടെയും മാറ്റങ്ങൾ കാണാൻ കഴിയും. പനച്ചോത്തി ചേർത്ത് പനങ്കഞ്ഞി കുടിച്ച കാലം നമുക്ക് മറന്നുപോയി. അതേപോലെ തന്നെ ഈന്തുംപിടിയും അതുപോലുള്ള പലതും അന്യമായി കഴിഞ്ഞിരിക്കുന്നു. ചകരിക്കടവിലെ മേളങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. അവിലീഡിയുടെ താളം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നടുവിൽ നിന്ന് സത്യം പറയും എന്ന ത്രാസ് ഇന്ന് ഡിജിറ്റൽ സ്കെയിലുകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മാറ്റം മനുഷ്യനെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മനുഷ്യനുമായിട്ട് ബന്ധിതമാണല്ലോ സാഹിത്യം. അതുകൊണ്ട് തന്നെ സാഹിത്യത്തെയും ഇത് വളരെയേറെ ബാധിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റുപാടാണ് അവന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം ബാലസാഹിത്യത്തിലും നമുക്ക് കാണാൻ കഴിയും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ഒരു കാർ ഓടുന്നത് കണ്ടാൽ ഒരു മുതിർന്ന ആളാണെങ്കിൽ അയാളതൊന്ന് നോക്കും. പക്ഷെ ഒരു കുട്ടി അത് കണ്ണിൽ നിന്ന് മറിയുന്നത് വരെ നോക്കി നിൽക്കും.
മുതിർന്ന ആളുകൾക്ക് അതൊരു വാഹനം മാത്രമാണ്. എന്നാൽ കുട്ടി ഈ കാറ് ഓടിപ്പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റാരിംഗ് ഒക്കെ പിടിച്ചോ മുറ്റത്തോടിയ ഒരു കാറായിട്ടോ കിക്കി കിക്കി എന്നൊക്കെ ഹോണടിച്ചോ അത് ടയർ നിലത്തെറിയുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കി ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് കുട്ടികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്തുണ്ടാകുന്ന ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റം തീർച്ചയായും കുട്ടികളെ ബാധിക്കുന്നു എന്നാണ്. ഇപ്പോൾ ബാലസാഹിത്യത്തിൽ നേരത്തെയുള്ള കഥകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നത് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്തോ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് അത്തരം കഥകൾ നമുക്ക് കാണാൻ കഴിയില്ല. കഥകൾ നേരിട്ട് ഒരു പ്രത്യേക കുട്ടികളുടെ മനസ്സിനെ തട്ടുന്ന ഒരു തലത്തിൽ തുടങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് കോമ്പൗണ്ട് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. ഈ കൂട്ടുകുടുംബത്തിൽ മുത്തച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛൻ്റെ സഹോദരന്മാരും സഹോദരികളും ഒക്കെ ഉണ്ടാകും, അവരുടെ കുട്ടികളുണ്ടാകും. ഇങ്ങനെ വലിയൊരു കുടുംബം. അതിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടു കൂടി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പഠിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് കുട്ടിക്ക് അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ കുട്ടികളുമാണുള്ളത്. ചിലപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈ അച്ഛനും ജോലിക്ക് പോകും, അമ്മയും ജോലിക്ക് പോകും. പിന്നീട് കുട്ടി ഒറ്റയ്ക്ക് വീട്ടുതടങ്കലിൽ അല്ലെങ്കിൽ തനിച്ചാകുകയാണ്. ഈ സമയത്ത് കുട്ടിയുടെ മാനസികമായ അവസ്ഥ വളരെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഈ രംഗത്ത് ബാലസാഹിത്യത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയും. കുട്ടിയുടെ ഒറ്റപ്പെടൽ മാറ്റി അവന് ഒരു കൂട്ടാകാൻ ബാലസാഹിത്യത്തിന് കഴിയും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ബാലസാഹിത്യം എപ്പോഴും കുട്ടിക്ക് ആദ്യം തന്നെ അറിവ് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ കുട്ടി ആ പുസ്തകം വായിക്കില്ല. കുട്ടിക്ക് ആദ്യമായിട്ട് നൽകേണ്ടത് രസമാണ്, അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തുടങ്ങി ക്രമേണ കുട്ടിയുടെ വായനാശീലത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പുതിയ പ്രവണത ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആകട്ടെ, ഇവരൊക്കെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ നേരത്തെ ഉള്ളതിൽ നിന്നോ വ്യത്യസ്തമാണ്. ഓരോ വയോവിഭാഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നു. നേരത്തെ എല്ലാ കുട്ടികൾക്കും വേണ്ടി വളരെ കുറഞ്ഞ പുസ്തകങ്ങൾ എല്ലാ കുട്ടികൾക്കും പൊതുവായി വായിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഓരോ വയോവിഭാഗങ്ങൾക്കും പ്രത്യേകം പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു നൂതന പ്രവണതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. 0 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോലും ഇന്ന് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ സാധാരണ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാർഡ്ബോർഡിന്റെ വണ്ണമുള്ള കട്ടിയുള്ള പേജുകളാണ് അവയ്ക്കുള്ളത്. വർണ്ണ ഭംഗിയുള്ള ചിത്രങ്ങളാണ് അതിൽ കാണുന്നത്. വേർഡ്ലെസ് ബുക്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അതിൽ വാക്കുകളൊന്നും ഉണ്ടാവില്ല, അക്ഷരങ്ങൾ ഉണ്ടാകുകയില്ല. പിന്നെ ഈ ചിത്രങ്ങൾ, ആ ചിത്രം മറിച്ചു പോകുന്ന കുട്ടിക്ക് മനസ്സിൽ ഒരാശയം രൂപപ്പെടത്തക്ക രീതിയിലാണ് ഈ പുസ്തകങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ പുസ്തകം ഇത്ര കട്ടിയുള്ളതല്ലെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള പേജ് തന്നെയാണ് ഉണ്ടാകുക. ഈ പുസ്തകത്തിന് ഒരു വരി പലപ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒറ്റ വരിയായിരിക്കും, മറ്റു ഭാഗങ്ങൾ മുഴുവൻ ചിത്രമായിരിക്കും. ഒരു വാചകം മാത്രമുള്ള ഒരു പേജ്, അങ്ങനെയുള്ള പേജുള്ള പുസ്തകങ്ങളാണ് ഈ വിഭാഗങ്ങൾക്കായിട്ട് ഉള്ളത്. ഈ 2 തരം പുസ്തകങ്ങൾക്കും വില വളരെ കൂടുതലായതുകൊണ്ട് പലരും ഏറ്റവും വില കുറച്ച് കിട്ടുന്ന പുസ്തകങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് കുട്ടിയുടെ മനസ്സിന് വേണ്ടത്ര വളർച്ച നൽകുകയില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുവതയാകട്ടെ മറ്റേത് പ്രസിദ്ധീകരണക്കാരാകട്ടെ കുട്ടികളെ ഉദ്ദേശിച്ച് നൽകുന്ന പുസ്തകങ്ങൾ അത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഒരു നിക്ഷേപമാണ്. കുട്ടിക്ക് 1000 ഉറുപ്പികയുടെ പുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ അതൊരു കോടിയായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ള ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനെ തൊട്ടടുത്ത പ്രായത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ചെറിയ കവിതകളൊക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാകുക. ആ കവിതകൾ 4 വരി, 6 വരി, ഏറിയാൽ 8 വരി എന്നുള്ള അവസ്ഥയിലാണ് ഉണ്ടാകേണ്ടത്. ഒരു കവിത നമുക്ക് നോക്കാം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഇവിടെ പൂച്ച കുട്ടിക്ക് പരിചയമുള്ള വസ്തുവാണ്, പാല് കുട്ടിക്ക് പരിചയമുള്ള വസ്തുവാണ്. അതേപോലെ തന്നെ പാത്രവും കുട്ടിക്ക് പരിചയമുള്ളതാണ്. അമ്മ ആ പാത്രം വൃത്തിയാക്കുന്നത് കുട്ടി കണ്ടിരിക്കും. പക്ഷേ പൂച്ച പാത്രം വൃത്തിയാക്കുന്ന ആ രീതിയിലല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പൂച്ച പാല് നക്കി കുടിക്കുന്നത് ഒരു പക്ഷേ കുട്ടി കണ്ടിരിക്കാം. ഇനി മറ്റൊരു കാര്യം നോക്കും നമ്മൾ. ചങ്കരച്ചേട്ടന് മക്കളില്ലാഞ്ഞപ്പോൾ ചക്കക്കുരുവിനെ ദത്തെടുത്തു. ചങ്കരച്ചേട്ടന് മക്കളില്ലാഞ്ഞപ്പോൾ ചക്കക്കുരുവിനെ ദത്തെടുത്തു.
ചങ്കരച്ചേട്ടന് മക്കളുണ്ടായപ്പോൾ ചക്കക്കുരുവിനെ ചുട്ടു തിന്നു. ചങ്കരച്ചേട്ടന് മക്കളുണ്ടായപ്പോൾ ചക്കക്കുരുവിനെ ചുട്ടു തിന്നു. ഇതാണ് ഈ കവിത. ഇത് ചെറിയ കുട്ടികൾ പാടി രസിക്കുന്നു. ഇനി കുറച്ച് മുതിർന്നു കഴിഞ്ഞാലോ ആ കുട്ടികൾ എന്ത് മനസ്സിലാക്കും? നമ്മൾ ഈ ബന്ധങ്ങളുടെ ശൈഥില്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണല്ലോ ഇത്. വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ അന്യനായി മാറുന്നു, അല്ലെങ്കിൽ അവരെ ചക്കക്കുരു ചുട്ടു തിന്നുന്നത് പോലെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒക്കെ കണ്ടാൽ എന്തൊരു സന്തോഷമാണ് കുട്ടിക്ക്. അങ്ങനെ മുതിർന്നു വരുന്ന കുട്ടി ക്രമേണ സ്വന്തം കുടുംബവും കുട്ടികളും ഒക്കെ ആകുന്ന സമയത്ത് ഈ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കുന്നതോ ഈ ചക്കക്കുരു ചുട്ടു തിന്നതിന് സമാനമല്ലേ എന്ന് കുട്ടി മുതിർന്നു വരുമ്പോഴെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിലോ ജനാധിപത്യവും മൂല്യങ്ങളും ഒക്കെ ചുട്ടു തിന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിലേക്കൊക്കെ കുട്ടി നേരത്തെ പഠിച്ച ഈ കാര്യം ഈ രീതിയിലേക്കൊക്കെ കുട്ടി വ്യാഖ്യാനിക്കും വലുതാകുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു കുട്ടി ഒരു ചക്കക്കുരു കണ്ടാൽ എന്താ കുട്ടിക്ക് തോന്നുക? കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് ചക്കക്കുരുവിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. കുട്ടി കുറച്ച് ഭാവന ഉപയോഗിച്ചുകൊണ്ട് അവൻ നല്ല ഭാവനാശേഷിയുള്ളവനാണ്. അവൻ പറയും ചക്കക്കുരുവിനകത്ത് ഒരു പ്ലാവുണ്ട്. കാരണം ചക്കക്കുരു നട്ടാണ് പ്ലാവ് ഉണ്ടായത് എന്ന് ആ പ്രായത്തിലുള്ള കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ പ്ലാവിൽ നിറയെ ചക്കയുണ്ട്. ഇതൊക്കെ മനസ്സിൽ കാണാനുള്ള ഒരു നല്ല മനസ്സാണ് കുട്ടികൾക്കുണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു നൂതന പ്രവണത അല്ലെങ്കിൽ ഒരു വ്യത്യാസം, നേരത്തെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളിലൊക്കെ കടങ്കഥാ പുസ്തകങ്ങൾ ധാരാളമായി ഇറങ്ങിയിരുന്നു. കടങ്കഥയ്ക്കും പഴഞ്ചൊല്ലിനും ഒക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബാലമാസികകളിൽ പോലും കടങ്കഥ വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. അതിനൊരു കാരണം എന്താണ്? പുതിയ പുതിയ കടങ്കഥകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വായിച്ചു മടുത്ത കടങ്കഥകൾ തന്നെ വീണ്ടും വായിക്കാൻ കുട്ടിക്ക് ഉത്സാഹം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നില്ല? ഇത്തരം പുസ്തകങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ പുതിയ കടങ്കഥയ്ക്ക് ഒരു പ്രത്യേകത എന്താണ്? കടങ്കഥയിലൊരു ചോദ്യമുണ്ട്, കുട്ടിക്ക് ഒരു പ്രശ്നം കിട്ടുകയാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് കുട്ടി ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ ചിന്താശേഷി വളരുന്നു. കുട്ടിയുടെ ചിന്താശേഷി വളരുന്നതോടൊപ്പം തന്നെ കുട്ടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് കടങ്കഥ. കുട്ടിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പം കുട്ടികൾ എന്താ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്യുന്നു പോയിട്ടോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കുട്ടിക്ക് ശീലിപ്പിക്കപ്പെടുന്നില്ല. സ്കൂളുകളിൽ പോലും ഗൈഡുകളോ അല്ലെങ്കിൽ ഈ ലേബർ ഇന്ത്യ പോലെയുള്ള മാസികകളിലൊക്കെ നോക്കി കുട്ടി നേരെ ഉത്തരം എഴുതുകയാണ്. ഇവിടെ കുട്ടിക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു പ്രശ്നം സ്വന്തമായി പരിഹരിക്കാനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനം കുട്ടിക്ക് കിട്ടുന്നില്ല. മറ്റൊരു പ്രധാന പ്രത്യേകത, നേരത്തെ കവിതയിലും കഥയിലുമാണ് കുട്ടികൾ കൂടുതലായി ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വിജ്ഞാന സാഹിത്യത്തിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികൾ അറിയാനുള്ള ആഗ്രഹം കുട്ടിക്ക് ജന്മനാ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വളരെയേറെ താല്പര്യം കാണിക്കും. അതാണ് ഒരു കാരണം വിജ്ഞാന സാഹിത്യം വളരാനുള്ള. മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ ഒരു 50,000 40,000 ഒക്കെ വാങ്ങിച്ചിട്ട് ഏത് ചവറ് പുസ്തകവും അടിച്ചു കൊടുക്കാൻ പല പ്രസാധകരും തയ്യാറാണോ? ഒരിക്കലും അതിന്റെ ക്വാളിറ്റി എന്താണ്, അത് ഏത് വിഭാഗത്തിനും ഉപയോഗപ്പെടും എന്നൊന്നും അവർ നോക്കാറില്ല. അവർക്ക് പണം മാത്രം മതി. ഇങ്ങനെയുള്ള ചവറ് പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കഥയിൽ നിന്നും കവിതയിൽ നിന്നൊക്കെ അകന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മൂല്യശോഷണം, പ്രസാധക രംഗത്ത് നടന്നിരിക്കുന്ന മൂല്യശോഷണം, അതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഞാൻ കുഞ്ഞുണ്ണി മാഷെ പരിചയപ്പെടുന്നത് ആർക്കം മിഷനിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്താണ്. അപ്പം അവിടെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഞ്ഞുണ്ണി മാഷോട് ചോദിച്ചു, മാഷേ ഒരു നല്ല ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നോ ഒന്ന് പറഞ്ഞു തരുമോന്ന്. അപ്പം മാഷ് പറഞ്ഞു, ഒരു നല്ല ക്ലാസ് എങ്ങനെയാണ് എടുക്കാമെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല, പക്ഷെ ഇങ്ങനെയും ക്ലാസ് എടുക്കാം എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടോ മാഷ് ഒരു കവിത ചൊല്ലിത്തന്നു. ഞാനൊരൊറ്റ വര ആ വരയിൽ എനിക്കെന്നെ എഴുതിയിടാം. ഞാനൊരൊറ്റ വര ആ വരയിൽ എനിക്കെന്നെ എഴുതിയിടാം. അതിന് സമാന്തരമായി മറ്റൊരു വര, അപ്പോഴത് ഇരട്ട വര. ഇരട്ട വരയിൽ എഴുതിയാൽ കോപ്പിയെഴുത്ത്. ഇരട്ട വരയിൽ എഴുതിയാൽ കോപ്പിയെഴുത്ത്. നമ്മുടെ സമൂഹമായിട്ട് ഇതിനൊരു ബന്ധമില്ലേ? ഒരു കുട്ടിക്ക് 80 മാർക്ക് കിട്ടി, മറ്റേ കുട്ടിക്ക് 75 കിട്ടിയുള്ളൂ. അപ്പൊ അമ്മ എന്താ പറയുക, അച്ഛൻ എന്താ പറയുക? എടാ അവനെ കണ്ടു പഠിക്കുക. എന്താ ഇവിടെ നമ്മൾ ചെയ്യുന്നത്? ഈ ഇരട്ട വരയുടെ ഉള്ളിൽ കുട്ടിയെ ഒതുക്കി നിർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തീർച്ചയായും ഓരോ കുട്ടിക്കും
വ്യത്യസ്തമായ വ്യക്തിത്വമാണ് ഉള്ളത് എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ഈ 40 കുട്ടികളുടെയും അഭിരുചിയും മറ്റും താല്പര്യവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം അത് അനുസരിച്ച് കുട്ടികളെ വളർത്തുകയാണ്. അതാണ് ഒറ്റ വരിയിൽ എഴുതുമ്പം തനിമ കാണിക്കുന്ന രീതിയിൽ കുട്ടി വളരേണ്ടതുണ്ടോ. ഇരട്ട വരിയിൽ മറ്റുള്ളവരെ പോലെ തന്നെ വളരുമ്പോൾ രാജ്യത്തിനോ സമൂഹത്തിനോ ഈ കുട്ടിയെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ടാണ് മാഷ ഈ കവിത അതാണ് ഈ കവിത നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാലസാഹിത്യത്തിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് പലസ്തീനും ഒന്ന് വിയറ്റ്നാം. ഈ പലസ്തീനുള്ള കുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഒരു പട്ടാളക്കാരൻ വന്നാൽ ആ കുട്ടി പേടിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ ആത്മഹത്യയിലേക്ക് ചെന്ന് ചാടുന്നു. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രയാസം നേരിടാനും ഈ കുട്ടിയെ കരുത്തരാക്കി മാറ്റുന്നത് ആരാണ്? ബാലസാഹിത്യമാണ്. വിയറ്റ്നാമിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ബാലസാഹിത്യം കുട്ടികളുടെ മാനസികമായ കരുത്തിന് വളരെയേറെ സഹായകമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നിക്ഷേപമാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം യുവത ഇങ്ങനെയുള്ള ഒരു ലിറ്റ് ഫെസ്റ്റ് നടത്താൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഇസ്ലാമികമായി എന്താണ് നമുക്കുള്ളത്? ഖുർആൻ പറയുന്നത് എന്താണ്? ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ടുള്ള വചനം അവതരിപ്പിക്കുന്നത്. നീ വായിക്കുക. എങ്ങനെയാ വായിക്കേണ്ടത്? നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഇതാണ് ആദ്യമായി കിട്ടിയ സന്ദേശം. അവനുള്ള ഒരു പ്രത്യേകത എന്താണ്? അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. അപ്പൊ അന്ന് വായിച്ച ആളുകളാണ് ഇബ്നു സീന. നമ്മുടെ യുവത ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട് ഇബ്നു സീന എന്ന് പറഞ്ഞത്. വളരെ രസകരമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇബ്നു സീനയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇബ്നു സീന വളരെ ചെറുപ്പത്തിൽ ധാരാളമായി വായിച്ചിരുന്നു. പുസ്തകം മാത്രമല്ല, പ്രകൃതിയെ പോലും വായിച്ചിരുന്നു. അങ്ങനെ ലോകപ്രശസ്തനായി. അൽ ഹൈത്താം, അതും അദ്ദേഹത്തിന്റെ സ്ഥിതിയും അത് തന്നെയാണ്. അദ്ദേഹം ഈ ആകാശഗോളങ്ങളെ പറ്റി പുസ്തകം എഴുതി 300 കൊല്ലം കഴിഞ്ഞ ശേഷം അത് പെർഷ്യയിലേക്ക് മൊഴിമാറ്റം നടത്തിയ ശേഷമാണ് ലോകം തന്നെ അദ്ദേഹത്തെ അറിഞ്ഞത്. അപ്പൊ അന്ന് പ്രശസ്തിക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ല. പഠിക്കുകയും ആ അറിവ് സമ്പാദിക്കുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുത, ഈ അൽ ഹൈത്താമൊക്കെ ഈ ഉയർന്നു വന്ന ആ അവസ്ഥയിൽ നിന്നോ നമ്മുടെ സമൂഹം എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഇഖ്റ എന്നുള്ള ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഇനി അർ റഹ്മാൻ, പരമകാരുണ്യകൻ, അവന്റെ പ്രത്യേകതകൾ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. പരമകാരുണ്യന്റെ പ്രത്യേകതകൾ പറഞ്ഞ സമയത്ത് പറയുന്ന ഒരു പ്രധാന പ്രത്യേകത, അവൻ എന്ത് ചെയ്തു? വിവരണം പഠിപ്പിച്ചു എന്നുള്ള. അല്ലമഹുൽ ബയാൻ, അവൻ വിവരിക്കാൻ പഠിപ്പിച്ചു. ഇപ്പം നമ്മുടെ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ അതിൽ കുറെ അക്ഷരങ്ങളും വാക്കുകളും മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റൂലേ? കുട്ടികൾ ഇത് വാങ്ങുകയോ വായിക്കുകയോ ഒന്നും ചെയ്യൂലല്ലോ. അപ്പൊ ഈ ഓരോന്നിലും നമുക്ക് കാണാൻ കഴിയുന്നത് വിവരണങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ വിവരണങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഈ മതവിശ്വാസികൾക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരെക്കാൾ ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അറിവ് വളരെ വിലപ്പെട്ടതാണെന്നും അറിവിലൂടെ മറ്റെല്ലാ സമ്പാദ്യങ്ങളെക്കാളും വലുത് അറിവാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ കുട്ടികൾ വളർന്നു വരികയാണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കുട്ടി ഇന്ന് എന്താ ചെയ്യുന്നത്? സ്കൂൾ ബസ്സിൽ കയറുന്നു, വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലെത്തി, അവിടെ ഇറങ്ങി, തിരിച്ച് സ്കൂൾ ബസ്സിൽ കയറി വീട്ടിലെത്തി. അതിനിടക്ക് പ്രകൃതിയെ കാണാനോ നിരീക്ഷിക്കാനോ ഒന്നും കുട്ടിക്ക് അവസരം കിട്ടുന്നില്ല. ഈ അവസരം കൂടി നൽകേണ്ട ബാധ്യത തീർച്ചയായും ഒരു ബാലസാഹിത്യകാരനിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബാലസാഹിത്യകാരൻ കുട്ടിയുടെ അഭിരുചി, കുട്ടിയുടെ ഈ പദാവലിയുടെ കനമൊക്കെ നോക്കിയിട്ട് വേണം ഇതാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക വയോവിഭാഗങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ചെറിയ കുട്ടിക്ക് കുറച്ച് പദാവലിയേ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള പുസ്തകം അവന് കുറച്ചും കൂടി മുതിർന്ന കുട്ടിക്ക് കുറച്ചുകൂടി പദാവലി ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു വരിയുണ്ട്, മറ്റേത് വേർഡ്ലെസ് ബുക്കാണോ, അടുത്തത് ഒരു വരിയുണ്ടോ. പിന്നെ കുട്ടി വളരുമ്പോൾ അതിനേക്കാളും 2 വരിയോ 3 വരിയോ ഒക്കെ ആയിട്ടോ അങ്ങനെ ക്രമേണ അവൻ്റെ വരികളുടെ എണ്ണം കൂട്ടി വരുന്ന ഒരു രചനാ സംവിധാനം ബാലസാഹിത്യത്തിൽ പുതുമ നൽകുന്നുണ്ട്. ഈ പുതുമ കുട്ടികളെ വളരെയേറെ ആകർഷിക്കുന്നുണ്ട്. ഈ രംഗത്ത്
ഇതിനായിട്ടുള്ള ഒരു നല്ല ശ്രമം ഇനി നടത്തേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചെറിയ കുട്ടികൾക്കുള്ള പുസ്തകം, പ്രത്യേകിച്ച് 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കും 6 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ വളരെ വില പിടിച്ചതായതുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഇത് വാങ്ങിക്കൊടുക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിയുടെ ഭാവനാശേഷി, കുട്ടിയുടെ ചിന്താശേഷി, ഇങ്ങനെയുള്ള ശേഷികൾ കുട്ടികൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ, ഭാഷ വിനിമയം ചെയ്യാനുള്ള കഴിവോ, ഇതൊക്കെ വളർന്നു വന്നെങ്കിൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ജോലി കിട്ടാത്തതിന് ബിടെക്കൊക്കെ കഴിഞ്ഞിട്ട്, ബിടെക്ക് കഴിഞ്ഞാൽ 20% മാത്രമേ ജോലിക്ക് ഉള്ളവരുള്ളൂ എന്നാണ്. എന്താ കാരണം? വായനയുടെ അഭാവം തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇഖ്റ, നീ വായിക്കുക എന്നുള്ള ആ ഒരു ആഹ്വാനം തള്ളിക്കളഞ്ഞതുകൊണ്ടുള്ള ഒരു ദോഷമാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി MBA-ക്കാരെ എടുത്താലോ, അവരിൽ 7% മാത്രമേ ജോലിക്ക് ഉള്ളൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനൊക്കെ കാരണം കുട്ടികൾ എന്ത് ചെയ്യുന്നു, പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. പൊതുവായ വായന കുറഞ്ഞു വരുന്നു. വായനശാലകളൊക്കെ കുട്ടികളില്ലാതെ ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വായനയുടെ പുതിയ വാതായനങ്ങൾ തുറക്കാൻ ഈ ലിറ്റിൽ ഫെസ്റ്റിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് ശക്തി നൽകിയ സർവേശ്വരനെ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസാധന രംഗം ഒരു വിപണിയുടെ ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങളെ പണമുണ്ടാക്കാനുള്ള മാർഗം മാത്രമായിട്ടാണ് ഇന്നത്തെ പ്രസാധന രംഗം കാണുന്നത് എന്ന ഒരു വിമർശനമാണ് അബ്ദുൽ ജബ്ബാർ ഒളവണ്ണ ഉന്നയിച്ചിട്ടുള്ളത്. ചിലർക്കെങ്കിലും അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതവുമില്ല. പലപ്പോഴും കാമ്പില്ലാത്ത, ഒട്ടും ആശയപ്രധാനമല്ലാത്ത ഒട്ടനവധി പുസ്തകങ്ങൾ ബാലസാഹിത്യമെന്ന പേര് ചേർക്കപ്പെട്ട് നമ്മുടെ മുൻപിലൊക്കെയുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ചൂണ്ടുവിരൽ നീട്ടിയ അബ്ദുൽ ജബ്ബാർ ഒളവണ്ണക്ക് യുവതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മോട് തൻ്റെ പ്രിയപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കവിയും വോയിസ് ഓവർ ആർട്ടിസ്റ്റുമായ നിഖില സമീർ. നമുക്ക് ആ ആസ്വാദനത്തിലേക്കൊന്ന് പോയി വരാം. പ്രിയമുള്ളവരെ, അക്ഷരസ്നേഹികളെ, ഏവർക്കും സ്നേഹം. അക്ഷരങ്ങളോട് ഇഷ്ടവും പ്രിയവുമുള്ള ഒരാളെന്ന നിലയിൽ ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ഒരവസരം തന്ന യുവതയ്ക്കും അതിൻ്റെ സാരഥികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിവിടെ പറയാനുള്ളത് ഏറെ പ്രിയപ്പെട്ടൊരു പുസ്തകത്തെക്കുറിച്ചാണ്. എന്നാൽ ഒരുപാട് പുസ്തകങ്ങൾ വായനയിൽ പ്രിയം നിറഞ്ഞതായിരിക്കെ ഒരു പുസ്തകത്തെ എടുത്തു പറയുന്നത് ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്നിലധികം മക്കളുള്ള ഒരു മാതാവിനോട് അതിലേത് കുഞ്ഞിനോടാണ് കൂടുതൽ താല്പര്യവും ഇഷ്ടവും എന്ന് ചോദിക്കുന്നത് പോലെ. സിദ്ദിഖ് മുഹമ്മദ് എന്ന ശ്രദ്ധേയനായ യുവ എഴുത്തുകാരൻ്റെ റാബിയ ബസ്രി ദിവ്യാനുരാഗത്തിൻ്റെ വിശുദ്ധ പക്ഷി എന്ന പുസ്തകമാണ് നമ്മളിന്നിവിടെ പങ്കുവയ്ക്കുന്നത്. സൂഫി സാഹിത്യത്തിലും മിസ്റ്റിക് രചനകളിലും സവിശേഷ ശ്രദ്ധ നേടിയിട്ടുള്ള സിദ്ദിഖ് മുഹമ്മദ് ഇതിനകം തന്നെ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ പുസ്തകം പ്രിയപ്പെട്ടതാകാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട്. ദിവ്യപ്രണയത്തിൻ്റെ അകമ്പൊരുളും അഴകും പകർന്നേകുന്നതിനൊപ്പം ആഴമേറിയ ചിന്തകളും ദർശനങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ഈ പുസ്തകം. ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരാത്മമിത്രമാണ് ഈ പുസ്തകത്തെയും ഇതിന്റെ രചയിതാവിനെയും പരിചിത്രം ദർശിച്ച് ഒന്നിനെ മാത്രം തേടി ഒന്നിനെ മാത്രം പ്രണയിച്ച് ഒന്നായി തീരാനുള്ള പരമമായ തൗഹീദിന്റെ അനശ്വര ദർശനം തന്നെയായിരുന്നു റാബിയ തന്റെ ജീവിതത്തിലൂടെ ആത്മാന്വേഷികൾക്ക് പകർന്നു നൽകിയത്. AD 717 801 ഇടയിൽ ഈ ലോകത്ത് ജീവിച്ച അതുല്യയായ ഒരു പ്രകാശതാരകം, പ്രണയത്തിന്റെ ഒരു ദീപ്ത നക്ഷത്രം, അതായിരുന്നു റാബിയ. അവരുടെ അനന്യമായ വ്യക്തിമാഹാത്മ്യം ദർശിച്ചവർ ചരിത്രത്തിൽ ആരോടാണ് അവരെ ഉപമിക്കുക എന്നറിയാതെ വിഷമിച്ചു. ഒരു വിസ്മയമാണ് ദിവ്യ പ്രണയത്തിന്റെ ഒരു പ്രപഞ്ച വിസ്മയം. പ്രണയവും ജ്ഞാനവും ഇരുചിറകുകളിലാക്കി ദൈവനിഗൂഢതയുടെ ആകാശങ്ങളെ തേടിപ്പറന്ന വിശുദ്ധ പക്ഷിയാണ് റാബിയ. സാദൃശ്യങ്ങൾക്ക് അതീതമാം വിധം അത്യപൂർവമായ ഒരു കോഹിനൂർ രത്നമായി അവർ ഒന്നുചേർന്നലിയുക എന്നർത്ഥം വരുന്ന അഷാഖ് എന്ന വാക്കിൽ നിന്നാണത്രേ ഇഷ്ക് രൂപപ്പെട്ടത്. മറ്റു നിരവധി ഭാഷകളിലും ചെറിയ വകഭേദങ്ങളോടെ ഇഷ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സൂഫികളുടെ വീക്ഷണത്തിൽ ഈ പദം ദൈവികതയോട് ചേർത്ത് മാത്രം ഉപയോഗിക്കുന്നൊരു പദമാണ്.
പ്രണയമെന്ന വാക്കും അതിൻ്റെ സാക്ഷാത്കാരത്തിൽ ദൈവികതയോട് മാത്രമാണ് ചേർന്ന് നിൽക്കുന്നത്. ബാക്കിയെല്ലാം അപൂർണമായ പ്രയോഗങ്ങൾ മാത്രമേ. ജീവചരിത്രം മനുഷ്യകത്തിനായി ആധ്യാത്മിക ഭാഷയിൽ എഴുതിവെച്ച പേർഷ്യൻ സൂഫി ഫരീദുദ്ദീൻ അത്താർ അവരെ പരിശുദ്ധ മറിയമിനോടാണ് ഉപമിച്ചത്. ഭാരതീയ പശ്ചാത്തലത്തിൽ നിന്ന് റാബിയെക്കുറിച്ച് പഠനം നടത്തിയവർ അവരെ ഇസ്ലാമിന്റെ മീര എന്ന് റാബിയ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: ആധ്യാത്മിക മാർഗത്തിലെ ഒന്നാമത്തെ പടവ് പശ്ചാത്താപമാണ്. പൂർണ്ണതയിലേക്കുള്ള പ്രയാണം ഇവിടെയാണ് ആരംഭിക്കുന്നത്. മനസ്താപം ദൈവത്തിന്റെ ഒരു വിശിഷ്ട സമ്മാനമാണ്. ദൈവം ഒരാൾക്ക് മനസ്താപം നൽകുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് പശ്ചാത്തപിക്കാനാവുക? ഏറെ പ്രിയപ്പെട്ട ഈ പുസ്തകത്തിലെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന റാബിയുടെ വാക്കുകളിലൂടെ: ദൈവമേ, നരകത്തോടുള്ള ഭയം കാരണമാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ നരകത്തിലിട്ട് ഭസ്മീകരിച്ചു കളയുക. സ്വർഗത്തെ മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ സ്വർഗ കവാടങ്ങൾ എൻ്റെ മുന്നിൽ അടച്ചു കളയുക. എന്നാൽ നിന്റെ വിശുദ്ധ ദർശനം മാത്രം ആഗ്രഹിച്ച് നിന്നെ മാത്രം പ്രണമിക്കുന്ന എൻ്റെ മുന്നിൽ അതുമാത്രം എനിക്ക് സാധ്യമാക്കി തരണമേ. സ്നേഹം. നന്ദി. കാണുന്നതൊക്കെയും അത്ഭുതകരമായ വിധത്തിൽ നിരീക്ഷിക്കുന്ന ആളുകളാണ് കുരുന്നുകൾ. പുഴകൾ, അരുവികൾ, വയലേലകൾ, റോഡുകൾ, നമ്മുടെ മുമ്പിൽ നമ്മൾ ദൈനംദിനം കാണുന്ന എല്ലാത്തിലും അത്ഭുതകരമായ ചിലതിനെ പെറുക്കിയെടുക്കാൻ കെൽപ്പുള്ള കുരുന്നു മനസ്സിനെ നമ്മൾ കൃത്യമായി വളമിട്ട് വളർത്തേണ്ടതുണ്ട്. ആ മിടുക്കിനെ നല്ല രീതിയിലേക്ക് വളർത്താൻ സാധിക്കുമ്പോഴാണ് ഒരു നല്ല വ്യക്തിക്ക് ജന്മം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് ഏറെ സഹായകമായിട്ടുള്ള ഒരു ടൂൾ ആണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങൾ കൃത്യമായ ഉദ്ദേശത്തോടെ രചിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാല്യ കൗമാരങ്ങളുടെ വായനാനുഭവത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നുവെന്ന് പറയേണ്ടി വരും. അത്തരമൊരു നീക്കം നമ്മിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നമ്മൾ വളരെ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൃത്യമായ ചിന്തകളോടുകൂടി, കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി നമ്മൾ ബാലസാഹിത്യത്തെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മുടെ ചിന്തയും ബുദ്ധിയും വികാസവും ചെന്നെത്തേണ്ടതുണ്ട്. നമ്മൾ ശ്രമിക്കുന്നത്, ബാലസാഹിത്യത്തിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു നല്ല തലമുറയുടെ വാർത്തെടുപ്പാണ്. ആ വാർത്തെടുപ്പ് നന്നാക്കിയെടുക്കുക എന്നുള്ളത് പ്രസിദ്ധീകരണാലയങ്ങളുടെ മാത്രമല്ല, ഓരോ രക്ഷിതാക്കളുടെയും ഓരോ എഴുത്തുകാരൻ്റെയും ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഒരു എഴുത്തുകാരൻ അവൻ്റെ രചന ബാലസാഹിത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തൻ്റെ ധർമ്മം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ ചിന്തയുടെ, നമ്മുടെ ഈ ചർച്ചയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചർച്ച അത്തരമൊരു മുന്നേറ്റത്തിലേക്ക് വഴി നടത്തുന്നതാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇത്രയും നേരം യുവതയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഈ ഒരു സെഷൻ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹം മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.